session will be led by none other than the respected Matthew Sir, retired principal of St. Thomas School, Pala, whose experience and kindness will surely be helpful and informative. With great respect, I invite Matthew Sir to take over and lead the session. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ആരവത്തിന്റെ ഇടയിലാണ് നമ്മുടെ ക്ലാസ്സിൽ പോവുക. അവരങ്ങനെ തന്നെ ഫ്രീ ആയിട്ട് കുഞ്ഞുങ്ങള് സംസാരിച്ചുകൊണ്ടും ആഹാരം കഴിച്ചുകൊണ്ടും അവരുടേതായിട്ടുള്ള ഒരു ലോകത്തില് നിങ്ങളുടെ മടിയിൽ സുരക്ഷിതരായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഹാളിന്റെ സുരക്ഷിതത്വത്തില് അവര് അങ്ങ് നടന്നോട്ടെ. പ്രിയപ്പെട്ട അധ്യാപകരും അതേപോലെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരും എന്നോടൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും എനിക്ക് തോന്നുന്നത് മാക്സിമം 1 മണിക്കൂർ കൊണ്ടൊക്കെ ഈ ക്ലാസ്, ഈ ചിന്ത നമുക്ക് അവസാനിപ്പിക്കാം. കാരണം കുഞ്ഞുങ്ങളൊക്കെ നിങ്ങളുടെ മടിയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്കും 5 കുഞ്ഞുങ്ങളുണ്ട്. B.Ed മുതൽ താഴത്തേക്ക് ഇപ്പോ 6ാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്ന കുഞ്ഞു വരെയുണ്ട്. അപ്പൊ അതിന്റെ ഒരു വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അവരവരുടെ ലോകത്ത് പൊക്കോട്ടെ. മാതാപിതാക്കന്മാര്, അധ്യാപകര് എന്നെ ശ്രദ്ധിച്ചോളൂ. ഇതുവരെ നിങ്ങൾ കേൾക്കാത്ത ഒരു കാര്യവും പറയുന്നതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് പുതുമയാർന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളുടെ ജീവിതത്തിലും വരുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ കാര്യങ്ങളൊന്നും ഈ ലോകത്ത് അവരുടെ കുടുംബത്തിലെ സമാധാനവും സന്തോഷവും സ്നേഹവും എല്ലാം ഉണ്ടാവും. അല്ലാത്തവര് ഏത് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ, എന്ത് പ്രബോധനങ്ങൾ നൽകപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെ ശങ്കരൻ തന്നെ എന്നുള്ള രീതിയിൽ പോകും. ഒരു കുഞ്ഞു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം. അതാണ് എൻ്റെ ഒരു രീതി. അത് എനിക്ക് ഈശോ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. എനിക്കറിയാം, എന്നെ കേൾക്കുന്ന ഭൂരിഭാഗം മാതാപിതാക്കന്മാരും ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ, ഹൈന്ദവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സഹോദരങ്ങളാണ്. കുഴപ്പമില്ല. കോട്ടയം രൂപതയിലെ ഒത്തിരിയേറെ മാതാപിതാക്കന്മാർ ഇതിലെ അകത്തുണ്ട്. അതേപോലെ തന്നെ പല രൂപതയിലെ കുറെ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മുസൽമാനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും പാഴ്സിക്കും ജൈനനും ഏത് മതവിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും മുതിർന്നവർക്ക് വേണ്ടിയിട്ടും ദൈവം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. 1 മിനിറ്റ് താഴെയുള്ള ഒരു പ്രാർത്ഥന അതിലെല്ലാം ഉണ്ട്. നിങ്ങൾ ശ്രദ്ധയോടുകൂടി ആ പ്രാർത്ഥന ഒന്ന് കേൾക്കുക. അത് മനസ്സിൽ നിങ്ങളൊന്ന് പറയുക. ഇതാണ് വിശ്വാസത്തില്, ജ്ഞാനത്തില്, വിശുദ്ധിയില്, ദൈവസ്നേഹത്തില് വളരാൻ, ആഴപ്പെടാൻ ആവശ്യമായിട്ടുള്ള ബോധ്യങ്ങള്, സാഹചര്യങ്ങള്, ബന്ധങ്ങള് ഞങ്ങൾക്ക് നൽകണമേ എന്ന ഒരു കുഞ്ഞു പ്രാർത്ഥനയാണ്. ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കട്ടെ, തേജസ്വിയാകട്ടെ എന്നുള്ള കുഞ്ഞു പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളുക. ഈ ഒരു ക്ലാസിന്റെ ആമുഖത്തില് നിങ്ങളുടെ ഹൃദയത്തില് ദൈവം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വിശ്വാസത്തില്, ജ്ഞാനത്തില്, വിശുദ്ധിയില്, ദൈവസ്നേഹത്തില് വളരാനും ആഴപ്പെടാനും ആവശ്യമായിട്ടുള്ള ബോധ്യങ്ങള്, സാഹചര്യങ്ങള്, ബന്ധങ്ങള് നമുക്കുണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. വിശ്വാസം എന്ന് പറയുമ്പോൾ ദൈവവിശ്വാസം മാത്രമല്ല, പരസ്പര വിശ്വാസവും കൂടിയാണ്. ഇന്നിവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാരില് എത്ര പേർക്ക് സത്യസന്ധമായിട്ട് പറയാനായിട്ട് പറ്റും, എനിക്ക് ദൈവത്തില് ആഴമുള്ള വിശ്വാസം? വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം അതല്ലേ എല്ലാം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഒരു ആഴത്തിലുള്ള വിശ്വാസം, അത് നമ്മുടെ ജീവിതത്തിൽ ചില സങ്കടങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് ഈ വിശ്വാസത്തിന്റെ ലെവല്
നമുക്ക് അളക്കാനാകും. അതേപോലെ തന്നെ പരസ്പര വിശ്വാസം, മാതാപിതാക്കന്മാർക്ക് മക്കളോടുള്ള വിശ്വാസം, മക്കൾക്ക് മാതാപിതാക്കന്മാരിലുള്ള വിശ്വാസം, ഭാര്യയ്ക്ക് ഭർത്താവിലുള്ള വിശ്വാസം, ഭർത്താവിന് ഭാര്യയിലുള്ള വിശ്വാസം, മരുമകൾക്ക് അമ്മായിയപ്പനിലുള്ള ഒരു വിശ്വാസം നേരെ തിരിച്ചു. ഈ ഒരു വിശ്വാസം നമ്മുടെ കുടുംബങ്ങളില് വലിയ തോതിൽ നഷ്ടപ്പെടുത്തുന്നത് കൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ പറ്റാതെ വരുന്നത്. അല്ലെ, എവിടെ ഇരിക്കുന്നവർ ആലോചിച്ചു. പിന്നെ ജ്ഞാനം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് നമുക്കൊക്കെ പകർന്നു കിട്ടുന്നത് കൂടുതലും അറിവാണ്. അറിവില് നമ്മൾ മറ്റുള്ളവരെ വിസ്മയിപ്പിക്കുന്ന വ്യക്തികളാകാം, പക്ഷെ അതുകൊണ്ട് ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും ഒരു സ്നേഹവും ഉണ്ടാകണമെന്ന് നിർബന്ധം. വലിയ ടീച്ചറായിരിക്കും, വലിയ എഞ്ചിനീയർ ആയിരിക്കും, വലിയ ഡോക്ടർ ആയിരിക്കും, പക്ഷെ ജീവിതം കട്ടപ്പുകയായി തീരുന്ന ധാരാളം അനുഭവങ്ങള് നമ്മുടെ ചുറ്റുപാടും. ഞാൻ ഓർക്കുക, നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് തന്നെ ഒരു മാസത്തിനകം കേട്ട ഒരു വാർത്ത, ഒരു പ്രഗത്ഭനായിട്ടുള്ള ഡോക്ടറുടെ ആത്മഹത്യ. വാട്സപ്പ് മെസ്സേജുകളില് പത്രത്തിലൊക്കെ വന്ന വാർത്ത ആയതുകൊണ്ട് നമുക്ക് മിക്കവാറും അറിയാം. എന്റെ ഫാദർ ഇൻ ലോ, അദ്ദേഹത്തിന് ഷുഗർ പേഷ്യന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വിരലൊക്കെ മുറിക്കേണ്ടി വന്നു. ആ സമയത്ത് ഈ ഡോക്ടറെയാണ് നിരന്തരം കണ്ടുകൊണ്ടിരുന്നത്. ഈ ഡോക്ടർ നന്നായിട്ട് ക്ലെയിം ചെയ്യും. എനിക്ക് തോന്നുന്നത് ഒരു ദിവസം 1 ലക്ഷം രൂപ അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ക്ലിനിക്ക് മൂന്നാനിയിലാണ്. ഒരു ദിവസം അവസാനിക്കുമ്പോൾ 1 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ മേശയിൽ വരും. സമ്പത്തിന് വില കുറവുണ്ടോ? വിദ്യാഭ്യാസത്തിന് അറിവിന് വില കുറവുണ്ടോ? പ്രശസ്തിക്ക് വില കുറവുണ്ടോ? പക്ഷേ he committed suicide. ഈ അടുത്ത കാലത്താണ്. കുടുംബ ജീവിതം ബ്രോക്കണായി. മാതാപിതാക്കന്മാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അയൽപ്പക്കങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലായിരുന്നില്ല. അവസാനം സമാധാനമില്ലാതെ ജീവൻ ഒടുക്കേണ്ടി വന്നു. നമ്മുടെ ചുറ്റുപാട് ഇങ്ങനെ എത്രയോ സംഭവങ്ങളാണ് ഈ വർത്തമാന കാലത്ത് സംഭവിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വെറും വാർത്തയാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് ഇത് വന്നു കഴിയുമ്പോൾ അത് ദുരന്തമായിട്ട് മാറും, അല്ലേ? ഇപ്പൊ നമ്മുടെ അവിടെ നമ്മൾ പറയും, അയ്യോ കോട്ടയത്ത് ആ സ്കൂളില് അവിടുന്ന് കഞ്ചാവ് ആയിട്ട് കുറച്ച് കുഞ്ഞുങ്ങളെ പിടികൂടി. അയ്യോ ആ വീട്ടിലെ മോനുണ്ടല്ലോ, അവൻ കഞ്ചാവിന്റെ ഡ്രഗ്സിന്റെ അടിമയാണ്, അവന് പോലീസ് കൊണ്ടുപോയി. വർത്തമാന കാലത്ത് ഇതൊന്നും ഒരു വളരെ റെയറായിട്ടുള്ള വാർത്തയല്ല. ധാരാളം കേസുകള് നമ്മുടെ ചുറ്റുപാടുകള്, നമ്മുടെ സ്ഥാപനങ്ങള്, നമ്മുടെ കോളേജുകള്, നമ്മുടെ സ്കൂളുകള്, ഈവൻ കുടുംബത്തിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ ഒരു ഡ്രഗ് മാഫിയയുടെ വലയത്തിനുള്ളിലാണ്. ഉപയോഗിക്കുന്നവരും വിതരണം ചെയ്യുന്നവരും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഇത് ഒരു വാർത്തയാണ്, പക്ഷേ നമ്മുടെ കുടുംബത്തിലേക്ക് ഇത് എത്തിക്കഴിയുമ്പോൾ അതൊരു ദുരന്തമായിട്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ഇത് മറ്റാരുടെയോ ഒക്കെ കാര്യമാണ് സാർ ഇവിടെ പറയുന്നത് എന്ന് വിചാരിക്കരുത്. ഇത് നാളെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചിലപ്പോൾ അനുഭവമായി മാറേണ്ട ചില കാര്യങ്ങള് ദൈവം ചുറ്റുപാടുകള് ചില അടയാളങ്ങളായിട്ട് നമുക്ക് തരികയാണ്. അതുകൊണ്ട് കുറച്ചും കൂടെ ഗൗരവവും കുറെ കൂടെ ജാഗ്രതയുമുള്ള മാതാപിതാക്കന്മാരും വിദ്യാർത്ഥികളും മക്കളും ഒക്കെ ആയിട്ട് മാറേണ്ട കാലഘട്ടത്തിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുണ്ടക്കലച്ചൻ ഇന്ന് ഇതേപോലെ ഒരു സമ്മേളനം, ഇതേപോലെ ഒരു ചിന്ത പങ്കുവെക്കാനായിട്ട് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. എന്നെ വളരെ സങ്കടപ്പെടുത്തിയ മറ്റൊരു വാർത്തയാണ്. നമുക്കറിയാം, ഈ നമ്മുടെ തൊട്ട അയൽവാസി അയർക്കുന്നത്ത് നമുക്കറിയാം ഒരു ജിസ്മോള്, മുത്തോലി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന പ്രഗത്ഭയായിട്ടുള്ള
ഒരു സ്ത്രീയായിരുന്നു, ഒരു മഹത് വ്യക്തിയായിരുന്നു. അവര് ഹൈക്കോടതിയിലെ അഭിഭാഷകരെ. സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5ഉം 2ഉം വയസ്സുള്ള തന്റെ പൊന്നോമന കുഞ്ഞുങ്ങളുമായിട്ട് നമ്മുടെ അടുത്തുള്ള മീനച്ചിലാറ്റിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. ശരിയാണോ അല്ലയോ? അറിഞ്ഞതല്ലേ? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു സാർ? നമ്മൾ ചിന്തിക്കണ്ടേ ശരിക്കും? ഒരു ഷൈനി എന്ന് പറയുന്ന ഒരു വീട്ടമ്മ, നമുക്കറിയാം, ഏറ്റുമാനൂർ ട്രെയിനിൽ തന്റെ 3 കുഞ്ഞുങ്ങളുമായിട്ട് ജീവൻ ഒടുക്കിയത് കേരളത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ സംഭവമാണ്. ഞാൻ നിങ്ങളോട് ഈ ഒരു നല്ല അധ്യയന വർഷത്തിന്റെ ആരംഭത്തില് ദുരന്തങ്ങളെ കുറിച്ച് എന്താണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ദുരന്തങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. നമ്മുടെയൊക്കെ കുടുംബങ്ങളില് ഈ ദുരന്തം വന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില വേലികൾ കെട്ടേണ്ടത് ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ. ഇതൊക്കെ എവിടെയെങ്കിലൊക്കെ നടക്കുന്ന കാര്യമാണ് എന്ന് നിങ്ങൾ വിചാരിച്ച് വളരെ ലാഘവത്വത്തോടു കൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകരുത്. ഏത് സമയം എപ്പോഴാണ് ഈ ഒരു ചിന്ത സാത്താൻ നമ്മളിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ മക്കളെയും നമ്മളെയും കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. ഫോൺ കൊടുത്തില്ല എന്ന് പറയുന്ന കാരണത്താല് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾ കേരളത്തിലുണ്ട്. 1ഉം 2ഉം അല്ല, കൂടുതലുണ്ട്. ഞരമ്പ് മുറിച്ച കുഞ്ഞുങ്ങളുണ്ട്. പ്രണയബന്ധം നഷ്ടപ്പെട്ടതിന്റെ പേരില് വീട്ടില് ആവശ്യത്തിനും പണം അവന് പോക്കറ്റ് മണിയായിട്ട് കൊടുക്കാത്തതിന്റെ പേരില്, അപ്പൻ ദേഷ്യപ്പെട്ടതിന്റെ പേരില്, മൊബൈൽ ഫോൺ മാറ്റിവെച്ചതിന്റെ പേരില്, പരാജയപ്പെട്ടതിന്റെ പേരില് സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന എത്രയോ മക്കള് ഈ കേരളത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിലെ കുടുംബങ്ങളില് ഉണ്ട്. ഇനി കുറെ പേര് ഇതൊക്കെ ചെയ്യാൻ ഭയമായിട്ട്, അസ്വസ്ഥരായിട്ട്, വലിയ ടെൻഷനൊക്കെ പിടിച്ചിട്ട് ബുദ്ധിമുട്ട് നടക്കുന്നു. ഇത് ഞാൻ ഓർക്കുന്ന മക്കൾ മാത്രമല്ല നടക്കുന്നത്, ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ടെൻഷൻ. ഇവിടെ ഇരുന്ന് നോക്കി കഴിയുമ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞേ, ഒരു മാസത്തെ നമ്മുടെ ദാമ്പത്യ ജീവിതം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് സന്തോഷമാണോ സമാധാനമോ? മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല സന്തോഷവും സമാധാനവും ഒക്കെ. നിങ്ങളുടെ മക്കളുടെ മുമ്പില് നിങ്ങളുടെ അപ്പനും അമ്മയും ഏത് രീതിയിലാണ് പെരുമാറുന്നത്, ഏത് രീതിയിലാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ കാഴ്ചകള്, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ബന്ധങ്ങള് ഏത് രീതിയിലാണ്? ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാണ്. സാർ കുറ്റപ്പെടുത്താനും വേണ്ടിയിട്ടല്ല ഇവിടെ വന്നത്. ഞാന് ഈ ആദ്യം കോളേജിലെ അധ്യാപകനായിരുന്നു, സെന്റ് തോമസ് കോളേജിൽ. അപ്പോഴെനിക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത് പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവരെയാണ് ഞാൻ പഠിപ്പിച്ചത്. അപ്പൊ അവരുടെ വീടുകൾ പിന്നീട് പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹയർ സെക്കൻഡറിയിലേക്ക് വന്നു. കൊറോലങ്ങാടും ചേർപ്പങ്കലും ക്ലാസ്നാലും അതേപോലെ സെന്റ് തോമസിലും ഇനിയും ഈ കോട്ടയത്തിന് പുറത്തുള്ള പാലാരൂപതയുടെ ചില സ്കൂളുകളിലും ഒക്കെ ഞാൻ അധ്യാപകനായിട്ട് പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാവരും പ്രത്യേകത ഈ മക്കളുടെ വീടുകൾ ഞാൻ കഴിയും, മക്കളുടെ പ്രശ്നങ്ങൾ ഞാൻ കഴിയും. അതറിയുമ്പോൾ വലിയ സങ്കടം. അപ്പോഴാണ് മനസ്സിലാകുന്ന കുടുംബങ്ങളൊന്നും സ്വസ്ഥതയിലല്ല എന്നുള്ള കാര്യം മനസ്സിലാവും. പുറമേ നിന്ന് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഹായ് ഹൂയി ഒക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ചൊക്കെ നടക്കുമായിരുന്നു. പക്ഷേ മനസ്സ് അശാന്തമാണ്. തമ്മിലൊന്ന് സ്നേഹിക്കാൻ പറ്റുന്നില്ല, നല്ല വർത്തമാനങ്ങൾ പറയാൻ പറ്റുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല, ബഹുമാനിക്കാൻ പറ്റുന്നില്ല, ഒന്ന് വിനയപ്പെടാനായിട്ട് പറ്റുന്നില്ലാത്ത അവസ്ഥയാണ് ഭാര്യയ്ക്കും ഭർത്താവിനും കുടുംബ ജീവിതത്തിലുള്ളത് എങ്കിൽ മക്കള് അസ്വസ്ഥരാ. അപ്പൊ അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. JNU എന്ന് പറയും. അവിടെ ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും ജീനിയസ് ആയിട്ടുള്ള, സ്കോളേഴ്സ് ആയിട്ടുള്ള, പ്രതിഭകളായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കാണ് അഡ്മിഷൻ. അവിടെ പഠിപ്പിക്കുന്ന ലെക്ചറേഴ്സ്, പ്രൊഫസേഴ്സോ അതിബുദ്ധിമാന്മാരാണ്.
പക്ഷെ നമുക്കറിയാം IS ഭീകര സംഘടനയുടെ മാസ്റ്റർ ബ്രെയിൻ ആയിട്ട് പ്രവർത്തിക്കുന്നത് ആ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ചില പ്രതിഭകളായിട്ടുള്ള കുഞ്ഞുങ്ങളും അവരെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരും ആയിരുന്നു എന്നുള്ളത് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. അറിവ് പ്രകാശമായി മാറണമെന്ന് നിർബന്ധമില്ല എന്നതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞ നിഷ്കളങ്കരായിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാരെ ദൈവത്തിന്റെ പേരിൽ കൊന്നൊടുക്കുന്ന ഭീകരമായിട്ടുള്ള മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ആൾക്കാര് ഭയങ്കര അറിവുള്ളവരാണ്. അറിവ് പ്രകാശമാകണമെന്ന് നിർബന്ധമില്ല. അതാണ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത്. MBBS ഒക്കെ പഠിച്ച് PG ഒക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറായിട്ട് മറ്റുള്ളവരുടെ ആരോഗ്യത്തെ കുറിച്ച് സംസാരിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യുന്ന ആൾക്ക് സ്വന്തം ആരോഗ്യം ജീവനും സംരക്ഷിക്കാൻ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതില് ദൈവികമായിട്ടുള്ള അറിവുകൾ കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയണം. എന്നെ ഇവിടെ കേൾക്കുന്നവര് ഈ സമയത്ത് ഓരോരുത്തരും ദൈവം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകും. ഈ ക്ലാസ്സിൽ ഇത് വെറുതെ 1 മണിക്കൂർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ക്ലാസ് അല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവത്തിന്റെ വലിയ സൗഖ്യം, വലിയ സംരക്ഷണം, നല്ല തീരുമാനങ്ങളൊക്കെ ഈ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ക്ലാസ് ആയിട്ട് ഇത് മാറും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ഇരിക്കണം. പിന്നെ വിശുദ്ധി, ആ മേഖലയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 1.5 മണിക്കൂർ അതിനെ കുറിച്ച് പറയാനായിട്ട് പറ്റും. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വിശുദ്ധി, അധാർമികമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ എന്നിട്ട് ഓടി നടക്കുവാണ് കുഞ്ഞുങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ നന്നാകും? നിങ്ങളൊക്കെ വിചാരിക്കും ഇത് PTA ക്ലാസ് ആണല്ലോ, മാതാപിതാക്കന്മാരെ വിളിച്ച് കയറ്റി കുഞ്ഞുങ്ങളെ എങ്ങനെ നന്നാക്കാം എന്നുള്ള ക്ലാസ് ആണ് എന്ന് നിങ്ങൾ വിചാരിക്കും. കുഞ്ഞുങ്ങളെ നന്നാക്കാനുള്ള ഏറ്റവും വലിയ ഫോർമുല, ഏറ്റവും ആദ്യത്തെ ഫോർമുല എന്ന് പറയുന്നത് നിങ്ങൾ നന്നാവുക എന്നുള്ളത്. അത് ശരി, ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണോ ഞാനിവിടെ വന്നത് എന്ന് വിചാരിക്കും. നമ്മുടെ കാരണവന്മാര് പണ്ട് പറയും, കാരണവന്മാരായിട്ടുള്ള ജ്ഞാനവാർദ്ധക്യം എന്ന് പറയും. അറിവിൽ ആചാര്യന്മാരായിട്ടുള്ള വല്യപ്പച്ചന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവർക്കറിയാം, അവര് പറയും മത്തം കുത്തിയ, ബാക്കി പറയാവോ, കുമ്പളം മുളയ്ക്കുമോ. നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നാക്കാൻ വേണ്ടി ഓടി നടക്കുക. എവിടെയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്? എവിടെയാണ് കൗൺസിലിംഗ്? ഇപ്പൊ അവരൊക്കെ ഇങ്ങനെ കൂണ് പോലെ മുളച്ചു പൊന്തുന്നുണ്ട്. എന്താ ഫീസാന്നറിയാവോ? ഇവന്റെ ഹൈപ്പർ ആക്ടിവിറ്റി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഇവന്റെ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ക്ലിനിക്കുകളിലേക്ക് ഓടുവാണ്. ഇവനൊരു ഇരിക്കപ്പുറത്തില്ലായ്മയുണ്ട്. ഇരിക്കുകയല്ല, ഓടി നടക്കുവാണ്. ശാസ്ത്രം പറയുന്നത് എന്താണെന്നറിയാമോ? 85% ഇതുക്കളുടെ വളർച്ചയൊക്കെ കഴിഞ്ഞു. ഗർഭാവസ്ഥയിലായിരിക്കുന്ന സമയമാണ് കൂടുതലും വളർച്ച നടത്തുന്നത്. നേരെ ഇതൊന്നും ഓർത്തില്ല. പിന്നെ കൊച്ചുണ്ടായി ഒരു 6-7 വർഷം കഴിയുമ്പം മിക്കവാറും എല്ലാ ഡെവലപ്മെന്റും ഒക്കെ തീരും. പിന്നെ വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് പുറത്തുനിന്ന് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ശാസ്ത്രം അത്ര പറയുന്നത്. മക്കളെ കണ്ടു പഠിച്ചിട്ട്, പ്രശ്നങ്ങൾ കണ്ടു പഠിച്ചിട്ടാണ് ശാസ്ത്രം ഡെവലപ്പ് ചെയ്യുന്നത്. അല്ല, നിങ്ങൾ വിചാരിക്കുന്നത് ശാസ്ത്രം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ചേഞ്ച് ആവുന്നോ? ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത് ഈ പ്രസവം കഴിഞ്ഞ് 2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ ധാരാളം സ്റ്റഡി ചെയ്തിട്ടാണ് അവർ ചൈൽഡ് സൈക്കോളജി ഡെവലപ്പ് ചെയ്യുന്നത് ശാസ്ത്രം. നമ്മുടെ ശരീരശാസ്ത്രം അങ്ങനെ തന്നെയാണ്. അനാറ്റമി ഡോക്ടേഴ്സ് കുടലും ഹൃദയവും രക്തധമനികളും ഒക്കെ എടുത്ത് പഠിച്ച് ടെസ്റ്റ് ചെയ്ത് അതിലെന്താ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ആ ശാസ്ത്രം ഡെവലപ്പ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്, ഇനി നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് തിരികെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. വിത്തുഗുണം 10 ഗുണം എന്ന് പറയും. അപ്പന്റെ ഗുണമാണ് 10 ഗുണമായിട്ട് മക്കളിലേക്ക് വളരുന്നത്. അമ്മയ്ക്ക് കുറെ കൂടെ അഭിമാനിക്കാനായിട്ടോ അല്ലെങ്കിൽ അപമാനിതയാകാനായിട്ടോ കാര്യമുണ്ട്. കാരണം പാത്രഗുണം 12 ഗുണം എന്ന് പറയും. എന്താണ് ഈ പാത്രഗുണം?
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അമ്മമാർ അറിഞ്ഞിരിക്കണം, അത് ഗർഭപാത്രത്തിന്റെ ഗുണമാണ്. ഗർഭപാത്രത്തിലാണ് ഇവൻ കൂടുതൽ സമയവും ഇരുന്നത്. 9 മാസം. അപ്പൻ ബീജം കൊടുത്തതേ ഉള്ളൂ. അപ്പന്റെ ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങള് തീർച്ചയായിട്ടും അവരിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അമ്മയുടെ സൈറ്റോപ്ലാസത്തിലാണ് ഇവൻ 9 മാസം കിടന്നത്. അപ്പോൾ അമ്മയുടെ വിചാരങ്ങള്, അമ്മയുടെ ചിന്തകള്, അമ്മയുടെ രീതികള്, ഇതെല്ലാം ഇവനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയും ഗർഭപാത്രത്തിന്റെ ഗുണം എന്ന് പറയുന്നത് 12 ഗുണമാണ് അപ്പനേക്കാൾ മികച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണ നമ്മൾ പഴമക്കാര് പറയും കുടുംബത്തിന്റെ വിളക്കാണ് ആര്, പുരുഷനാണോ സ്ത്രീയാണോ? സ്ത്രീയാണ്. നിങ്ങൾ എന്തൊരു മഹത് വ്യക്തിത്വങ്ങളാണെന്നറിയാവോ? ഒരു കുടുംബത്തെ സംബന്ധിച്ച്, ഒരു സമൂഹത്തെ സംബന്ധിച്ച്, ഈവൻ ഒരു പുരുഷനെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഓരോ മക്കളെയും സംബന്ധിച്ച് സ്ത്രീക്ക്, അമ്മയ്ക്ക് വലിയ പ്രാധാന്യം. ഇത് ചുമ്മാ പറയുന്നതല്ല. പക്ഷെ അമ്മയൊന്ന് ചിന്തിക്കണം, എന്റെ ജീവിത രീതികള്, എന്റെ ഭർത്താവിനോടുള്ള ബന്ധം, എന്റെ ഭർത്താവിന്റെ കാരണവന്മാരോടായിട്ടുള്ള ബന്ധം, എന്റെ മക്കളുമായിട്ടുള്ള ബന്ധം, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ഒരു ഓർഡർ ഉണ്ട് നമ്മുടെ ജീവിതത്തിന്. ഈ പ്രപഞ്ചത്തെ നോക്കിക്കഴിഞ്ഞാല് ഗ്രഹങ്ങള് അതെല്ലാം ഒരു പ്രത്യേക രീതിയിൽ ഒരു ഭ്രമണത്തിലാണ്. അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് പകലും രാവും അതേപോലെ കാലാവസ്ഥകളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചത്തിനൊരു താളം. ആ താളം തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാവും. ആ താളം തെറ്റുന്നുണ്ട് നമ്മുടെ ചില അത്യാഗ്രഹങ്ങൾ മുഖേന. അതുകൊണ്ടാണ് കാലാവസ്ഥാ വ്യതിയാനമൊക്കെ വരുന്നത്. ഇതിനെക്കുറിച്ച് പറയാൻ സമയമില്ല. നമ്മുടെ രാഷ്ട്രത്തിനൊരു താളമുണ്ട്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ സ്ഥാപനത്തിന്, ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് ഒരു താളമുണ്ട്. അത് ഇവിടുത്തെ മാനേജരച്ചൻ, ഇവിടുത്തെ പ്രിൻസിപ്പള്, ഇവിടുത്തെ അധ്യാപകര്, ഇവിടുത്തെ വിദ്യാർത്ഥികള്, പിന്നെ PTA അസോസിയേഷന്റെ എല്ലാം കൂടി അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കുമ്പോഴാണ് നമുക്കൊരു ഹാർമണി, ഒരു എൻജോയ്മെന്റ്, ഒരു ആനന്ദം, സന്തോഷമൊക്കെ ഉണ്ടാകും. ഇതുപോലെ കുടുംബത്തിനും ഒരു താളമുണ്ട്. കുടുംബത്തിലെ അപ്പൻ, അമ്മ വളരെ പ്രധാനപ്പെട്ടതാണ്. മക്കള്, അപ്പനും അമ്മയുമായിട്ട് ബന്ധപ്പെട്ടവരുടെ കാരണവന്മാരുണ്ടെങ്കിൽ അത്, അയൽപ്പക്കങ്ങള്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു എൻവയോൺമെന്റ് ആണ്. ഇവിടെ കുടുംബത്തില് ഒരു താളം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ചേട്ടാ, അപ്പനും അമ്മയും തമ്മില്, ചേട്ടനും ചേച്ചിയും തമ്മില്, ഭാര്യയും ഭർത്താവും തമ്മില് ഒരു ലയം ഉണ്ടോ? അവരുടെ തീരുമാനങ്ങളൊക്കെ ആലോചിച്ച് പരസ്പരം ഒന്ന് പറഞ്ഞ് എടുക്കുന്നതാണോ? അതെയോ ഭർത്താവ് അങ്ങോട്ട് ഒരു തീരുമാനം എടുത്തിട്ട് ഭാര്യ അങ്ങോട്ട് അനുസരിച്ചാൽ മതി? അല്ലെങ്കിൽ ഭാര്യയുടെ തോന്നിയാസത്തിനനുസരിച്ച് വേണോ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ? ഇവിടെ പ്രശ്നം, ആ കുടുംബത്തില് മക്കള് പ്രശ്നക്കാരാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ദുശീലങ്ങളുടെ അടിമയാണോ? തോന്നിയ സമയത്ത് വീട്ടിൽ വന്ന് കയറും, ഒരുമിച്ചൊരു ഭക്ഷണം കഴിക്കലില്ല, ഒരുമിച്ചൊരു പ്രാർത്ഥനയില്ല, ഒരുമിച്ചൊരു സംസാരമില്ല, കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കും. പക്ഷെ നിങ്ങൾക്ക് തോന്നിയ രീതിയിലാണ്. നിങ്ങൾ മദ്യപാനിയാണ്, നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, നിങ്ങൾ ആരോടും കലഹിച്ച വഴക്കുണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ആളാണ്, അനീതി പ്രവർത്തിക്കുന്ന ഒരാളാണ്, അഴിമതി കാണിക്കുന്ന ഒരാളാണ്, കൈക്കൂലി വാങ്ങിക്കുന്ന ഒരാളാണ്, മറ്റുള്ളവന്റെ സമ്പത്ത് നമുക്ക് വേണം എന്ന് ആഗ്രഹിച്ച് എങ്ങനെയും പറ്റിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കാമെന്ന് തീരുമാനിക്കുന്ന ആളാണ്. ചെറുതും വലുതുമായിട്ട് ഒരു കൂലിപ്പണിക്കാരനെ സംബന്ധിച്ച് ഇത് ബാധകമാണ്. അവനൊരു വീട്ടിൽ പോയിട്ട് 900 രൂപ 1000 രൂപ വാങ്ങിക്കുന്നുണ്ട്, 1100 രൂപ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പണി എടുക്കുന്നുണ്ടോ? ആ ജോലിയോട് സത്യസന്ധത കാണിക്കുന്നുണ്ടോ? നീ ഒരു ക്ലിനിക്കൽ സ്റ്റാഫ് ആണോ എങ്കിൽ അവിടെ ഫാനിന്റെ കീഴിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് 2 നേരം കാപ്പിയും കുടിച്ച് നമുക്ക് പോകാം. ഒരു ടീച്ചറാണെന്നുണ്ടെങ്കിൽ നീ സിലബസിനുള്ളിൽ മാത്രം നിന്ന് പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണോ? ഞാൻ ഇവിടെ സണ്ണി സാറ് ഞങ്ങളെ സെന്റ് തോമസ് കോളേജിൽ ഒരുമിച്ച് പഠിപ്പിച്ചാണ്. സണ്ണി സാറ് പുറകിലിരിക്കുമ്പോ എനിക്ക് ഏറ്റവും വലിയ അഭിമാനത്തോടു കൂടി
ഈ കായികാധ്യാപകനെ കുറിച്ച് പറയാനായിട്ട് പറ്റും. ആ കായികാധ്യാപകൻ എവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ 100% സിൻസിയറിറ്റി. ആദ്യ രാവിലെ ഗ്രൗണ്ടിലെത്തും, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരിയേറെ ഉയരാനായിട്ട് ആ അധ്യാപകൻ അദ്ദേഹത്തിന്റെ അറിവ്, അദ്ദേഹത്തിന്റെ എന്താ പറയുക ആ സാമീപ്യം, അദ്ദേഹത്തിന്റെ പ്രചോദനം ധാരാളം കുഞ്ഞുങ്ങളെ ഉയർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ജോലി ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. സാലറി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണോ? മറ്റ് എയ്ഡഡ് സ്കൂളിനെയും ഗവൺമെന്റ് സ്കൂളിനെയും വെച്ചിട്ട് അത്രയും സാലറി നിങ്ങൾക്ക് തരാനായിട്ടുള്ള നിർവാഹം അല്ലെങ്കിൽ അതിനുള്ള അവസ്ഥയും ഇല്ലാതെ നിങ്ങൾ പണിയെടുക്കുന്നവരാണോ? അതുകൊണ്ട് ഇത്രയൊക്കെ മതി എന്ന് വിചാരിക്കാൻ പറ്റില്ല. നമ്മൾ ആയിരിക്കുന്നിടത്ത് സിൻസിയർ ആണ്. ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ, ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ റെസ്പോൺസിബിലിറ്റി നന്നായിട്ട് ചെയ്യുന്നുണ്ടോ? എന്റെ കുടുംബത്തിന്റെ ഒരു സ്നേഹമായിട്ട് ഞാൻ നിൽക്കുന്നുണ്ടോ? ഒരു സംരക്ഷണമായിട്ട് ഞാൻ നിൽക്കുന്നുണ്ടോ? ഒരു പ്രചോദനമായിട്ട് ഞാൻ നിൽക്കുന്നുണ്ടോ? അവരെ ഉയർത്താൻ വേണ്ടിയിട്ട് ഭാര്യയ്ക്ക് അവളുടേതായിട്ടുള്ള പ്രത്യേകതകളെ രീതികളും ഉണ്ട്, ഭർത്താവിന് അവന്റേതായിട്ടുള്ള പ്രത്യേകതകളെ രീതികളുണ്ട്, കുറവുകളുണ്ട്. കുറവുകളില്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിലില്ല കേട്ടോ. കുറവുകളില്ലാത്ത മനുഷ്യരൊന്നുമില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ നമ്മുടെ ഭാര്യ ചെയ്യണം, നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ നമ്മുടെ ഭർത്താവ് ചെയ്യണം. അവന് കുറവൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് വിചാരിക്കരുത്. അവന്റെ കുറവിന് സഹായമാകാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഭാര്യയാക്കി തന്നിരിക്കുന്നത്. ഇതാണ് വിവാഹത്തിന്റെ അടിസ്ഥാനം. അവളുടെ കുറവില് നീ അവക്ക് ബലമാകാൻ വേണ്ടിയിട്ട്. ചിലപ്പോ എത്ര പറഞ്ഞാലും കോപിച്ചാലും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലും ഒന്നും നന്നാകില്ല. അവളുടെ ഒരു കുറവാണ്. ആ കുറവിനെ അംഗീകരിച്ച് മനസ്സിലാക്കിയിട്ട് ഹെൽപ്പ് ചെയ്യുക, മനസ്സിലാക്കി പെരുമാറുക, പ്രാർത്ഥിക്കുക. ഏത് കമ്മ്യൂണിറ്റിയിലാണേലും ഞാൻ പറയുന്നതാണ്. അപ്പൊ ഒരു താളം, നമ്മുടെ കുടുംബത്തിൽ ഒരു താളം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? രാവിലെ എപ്പോഴാണ് എണീറ്റ് വരുന്നത്? ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടുണ്ടോ? ഭർത്താവ് വീട്ടുകാര്യങ്ങളിൽ ഇന്ന കാര്യങ്ങളിൽ നിന്ന് സഹായിച്ചാൽ നല്ലതാണ്, കുടുംബം നല്ല സന്തോഷമായിട്ട് പോകും. ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് അത് കൃത്യമായിട്ട് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ആ ഒരു ക്ലെൻലിനെസ് വീട്ടില് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ചിലപ്പോ ഇതായിരിക്കും ആ വീടിന്റെ പ്രശ്നം. ഒരു വൃത്തിയില്ല. ഭർത്താവ് എപ്പോഴും കുറ്റം പറയുന്ന കാര്യമായിരിക്കും. ദേ ആണ്ട് കിടക്കുന്നു, അവിടെ ആ തുണി ഇട്ടിട്ട് പോയി, ദേ ഇവിടെ നോക്കി ഒരു വൃത്തിയില്ല. നമ്മളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാല് വീട്ടിലൊരു വൃത്തി ഉണ്ടാവും. ഭർത്താവ് പേപ്പർ വായിച്ചുകൊണ്ട് ചായയും കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഭാര്യയെ ഭരിക്കുന്ന ഇങ്ങനെ ഒരു ആജ്ഞാനുവർത്തിയായിട്ടുള്ള ഭർത്താക്കന്മാരെ ഇന്ന് കുടുംബത്തിലെ സ്ത്രീകൾക്ക് ആവശ്യമില്ല. അവിടെ പ്രശ്നങ്ങളുണ്ടാവും. കൂട്ടുകൂടി ജോലികൾ ഡിവൈഡ് ചെയ്യുന്ന രീതി. മക്കളെ എങ്ങനെയാണ് പഠിപ്പിച്ചു വിടുന്നത്? ഏത് സമയത്താണ് ഉണർത്തുന്നത്? അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നുണ്ടോ? അവർ വൃത്തിയായിട്ട് നടക്കാനായിട്ട് പരിശീലിപ്പിക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കന്മാരെ ശ്രദ്ധിക്കണം. ചുമ്മാതൊന്നും കുഞ്ഞുങ്ങൾ വളർന്നു വരികയല്ല കേട്ടോ. ഓരോ സമയത്തും സ്നേഹപൂർവമായിട്ടുള്ള ശിക്ഷണങ്ങൾ കൊടുക്കാനായിട്ട്. ഭാര്യ ചിലപ്പോൾ വഴക്കിടും അവന്റെ ഒരു കാര്യം, ഉടനെ ഭർത്താവ് പറയും ചുമ്മാ അവനെ വഴക്കിടാതെ. ഭാര്യയ്ക്കും ഭർത്താവിനും മക്കളുടെ മുമ്പിൽ ഒരു മനസ്സായിരിക്കും. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ റൂം അടച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു തീർത്തിട്ട് മക്കളുടെ മുമ്പിൽ ഒരു കാര്യത്തിന് ഒരേ മനസ്സുള്ള അപ്പനമ്മമാരാകാനായിട്ട് നിങ്ങൾക്ക് പറ്റുമോ? ഇതൊന്നും ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തോന്നിയ അപ്പനടിയാണ് അമ്മയടിയാണ്. അപ്പൻ ഒരു കാര്യം പറയും, അമ്മ ഒരു കാര്യം പറയും. ആ മക്കള് തോന്നിയ അപ്പനും അമ്മയും ഒരു കാര്യത്തിന് ഒരൊറ്റ സ്റ്റാൻഡിൽ നിൽക്കണം. അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളത് സ്വകാര്യമായിട്ട് തീർത്ത് ഒരു തീരുമാനത്തിലെത്തിക്കണം. ഞാൻ പറയുന്നത്, ഞാന് ഈ പല സ്കൂളുകളുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ വീട്ടിലൊക്കെ പോയി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ബയോഡേറ്റയിലൊക്കെ എഴുതി കഴിയുമ്പോൾ സങ്കടം. ക്ലാസ് 4 പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊച്ചെന്നോട് വന്ന് ചോദിച്ചു, സാറിന് എന്നെ കുറിച്ച് അറിയാവോ? നന്നായിട്ട് അറിയാവോ? ഞാൻ പറഞ്ഞു, നീ നല്ല മിടുക്കിയാണല്ലോ, എപ്പോഴും നല്ല പ്രസന്നവതയായിട്ടാണ് ഓടി നടക്കുന്നത്, എല്ലാ കാര്യത്തിലും നീ ആക്റ്റീവാണ്, നന്നായിട്ട് പഠിക്കും,
നല്ല മാർക്ക്, നല്ല ഹാൻഡ് റൈറ്റിങ്, നീ മിടിക്കാടി എന്ന് ഞാൻ പറഞ്ഞു. സാറിന് എന്റെ വീട്ടിലെ കാര്യം അറിയാം. എന്നെ പറ്റി എന്റെ അപ്പൻ ജയിലിലാണ് സാർ. ജയിൽ എന്നെ പറ്റി അത് എനിക്കും ചേട്ടായിക്കും അമ്മയ്ക്കും ചോറിൽ വിഷം തന്ന് ഞങ്ങളത് കഴിച്ചു സാറേ. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ ആയി, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൻ ജയിലിലാണ്. അപ്പന് അമ്മയെ സംശയം. 12ാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ച് എന്നോട് ചോദിച്ച കാര്യമാണ്, പറഞ്ഞ കാര്യം. പക്ഷെ ആ മോക്ക് ആ ഒരു കാര്യത്തൊക്കെ അത്ര ബോൾഡായിട്ടിട്ട് അവള് കഴിഞ്ഞ് PG സെന്റ് തോമസ് ചെയ്തു, ഇപ്പൊ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. പക്ഷെ അവളുടെ ഒരു സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കിയത്, ഞാൻ ഈ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് അവന് ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ ഉണ്ട്, ക്ലാസിന്റെ മോണിറ്ററാണ്. നല്ല ഡ്രസ്സിംഗ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇപ്പോഴത്തെ പിള്ളേരുടെ പോലെയൊന്നുമല്ല, നല്ല ജെന്റിലായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് അവൻ വരും. എനിക്ക് അവനെ ഇഷ്ടമാണ്. അപ്പൊ അവൻ ഈ ബയോഡാറ്റ എഴുതി കഴിയുമ്പോൾ നമ്മൾ ഒരു സ്പേസ് കൊടുക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വലിയ സ്വപ്നമാകാം, നിങ്ങളുടെ വലിയ സങ്കടമാകാം, നിങ്ങളുടെ വല്ല ഭയമാകാം, അത് എഴുതിക്കും. അതിന് എന്തെങ്കിലുമൊക്കെ പരിഹാരം നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നുമില്ലെങ്കിലും പ്രാർത്ഥിക്കും. അപ്പൊ ഇവൻ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, എനിക്ക് വലിയ സങ്കടമാണ് സാറേ, ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ചു. ഞാൻ ആ രാത്രിയിൽ സത്യത്തിൽ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. 2 ആൺകുട്ടികളാണ്, മിടുക്കരായിട്ടുള്ള 2 ആൺകുട്ടികളാണ്. അവൻ ക്ലാസ്സിലെ മോണിറ്ററാണ്. അവനെ കണ്ടാൽ അങ്ങനെ തോന്നില്ല, നല്ല പ്രസന്നവതനായിട്ട് എല്ലാ കാര്യങ്ങളും ക്ലാസ്സിന് വേണ്ടിയിട്ട് ചെയ്യും. പക്ഷെ ആ കൊച്ചിന്റെ ഉള്ളില് അവൻ എഴുതി വെച്ചിരിക്കുകയാണ്, എനിക്ക് വലിയ സങ്കടമാണ് സാറേ, ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയി. ഞാൻ പിന്നീട് അവനോട് കൂട്ടുകൂടി അവനോട് ചോദിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു, സാറേ അപ്പന് മദ്യപിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എപ്പോഴും ഇല്ല, ഒരു 3-4 വർഷം മുമ്പ് അപ്പന് മറ്റൊരു സ്ത്രീയായിട്ട് ഒരു ബന്ധത്തിലായി. പിന്നീട് അത് കൂടി, പിന്നീട് വീട്ടിൽ വരാതായി. ഇപ്പം കുറെ ദൂരെ ഒരു വീടെടുത്ത് അവരുടെ കൂടെയാണ് താമസം. അമ്മയ്ക്ക് വലിയ സങ്കടമാണ്, ഞങ്ങൾക്കും. അമ്മ 3 വീടുകളിൽ ജോലി ചെയ്താണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. മാതാപിതാക്കന്മാരെ ഓർത്തിട്ട് കുഞ്ഞുങ്ങള് ധാരാളമായിട്ട് സങ്കടപ്പെടുകയാണ്. ഞാൻ ഓർക്കാണ്, ഈ ചെറുപ്പങ്കൽ ഞങ്ങളുടെ വീട്ടില് ഒരു 2 മക്കളെയും കൊണ്ട് ഒരു പാവപ്പെട്ട സ്ത്രീ വന്നിട്ട് അമ്മൂനോട് കുറച്ച് സാമ്പത്തിക സഹായവും കുഞ്ഞുങ്ങൾക്ക് ആ പിള്ളേർക്ക് ഡ്രസ്സും ചോദിച്ചു. എന്നിട്ട് അവര് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, മൂത്ത കൊച്ചു പുറപ്പെട്ടു പോയി സാറേ, ആൺകൊച്ചായ. ഇതുങ്ങളെ ഓർത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. വീട്ടിൽ ഒരു കാര്യം ഞാൻ നോക്കിയാൽ വൈകിട്ട് മദ്യപാനമാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ലഹരിയും കൂടെ അടിച്ചിട്ടാണ് വരുന്നത്. മണ്ണെണ്ണ, ഈ സ്ത്രീയുടെ അടുത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഈ തീറ്റി വരച്ചുകൊണ്ട് മക്കളിങ്ങനെ പേടിച്ചിരിക്കുക. ഇപ്പം കത്തിക്കൂടാ നിന്റെ അമ്മയെന്നും പറഞ്ഞു. മക്കൾ വലിയ വായിലെ കരച്ച്. പിറ്റേ ദിവസം വന്നിട്ട് മുളക് പൊടി എടുത്തിട്ട് ബദറും. നമ്മൾ വിചാരിക്കുന്നത് ഇത് കുറച്ച് സാമ്പത്തികം കുറഞ്ഞ വീടുകളുടെ പ്രശ്നമാണെന്ന് വിചാരിക്കരുത്. അഡ്വക്കേറ്റ്സിന്റെ കയ്യിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ധാരാളം ഇൻഫർമേഷൻ കിട്ടും. പ്രമീളാദേവിയൊക്കെ ഒരിക്കൽ പറഞ്ഞ ഞാൻ ഓർക്കാണ്, വീട്ടില്, അതായത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്നു ഡോക്ടർ പ്രമീളാദേവി. അവരൊരിക്കലും എന്നോട് പറഞ്ഞു, സാറേ വലിയ കഷ്ടമാണ് നമ്മുടെ കുടുംബങ്ങള്, ഡിവോഴ്സിന്റെ എണ്ണം കൂടുകയാണ്, കുഞ്ഞുങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനായിട്ട് പറ്റുന്നില്ല. അതിന്റെ കാരണം പറഞ്ഞത്, വലിയ വലിയ സൊസൈറ്റിയിൽ ജീവിക്കുന്നവരാണ്. അപ്പനും, അതായത് വീട്ടിലെ കാർന്നോര്, ഭർത്താവിന്റെ അപ്പനും, പിന്നെ ഭർത്താവും വായിച്ചതിന് ശേഷമാണ് ഇവർക്ക് ന്യൂസ് പേപ്പർ വായിക്കാൻ കിട്ടുന്നത്. അതാണ് അവരുടെ പ്രശ്നം. വേറൊരു കേസ് ഈയിടെ കോടതിയിൽ എത്തിയത്, ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വലിയ അടിയുടെ കാരണം എന്താണെന്നറിയോ? ഈ പേസ്റ്റ് അടിക്കല്, പേസ്റ്റ് ഞെക്കി അടിക്കല്. അപ്പം ഭാര്യ പറയും, ഭാര്യ അത് മുകളിൽ നിന്ന് ഞെക്കി, ഭർത്താവ് പറയും അങ്ങനെ ഞെക്കാൻ പാടില്ല, ബാക്കിൽ നിന്ന് വേണം ഞെക്കാൻ. നമുക്കിത് നിസ്സാരമായിട്ട് തോന്നും, ചിരിച്ച് തള്ളാൻ തോന്നും. പക്ഷെ ഡിവോഴ്സിൽ എത്തിയിരിക്കുന്ന കാര്യം അത്രമാത്രം ഈഗോ വർക്ക്ഔട്ട് ചെയ്യുകയാണ്. ഇവിടെ ഇരിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ തൊടുന്നു. ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നിങ്ങളെ ഒരുമിച്ച് ചേർത്തത്. മക്കളെ തന്നു, മക്കളുടെ മുന്നില് പ്രകാശമായിട്ട്, സന്തോഷമായിട്ട്, സ്നേഹമായിട്ട് ജീവിക്കാൻ. എന്റെ മോള് PG ചെയ്തത് ട്രിച്ചി NIT-യിലാണ്.
അവള് PG കഴിഞ്ഞു. അപ്പൊ അവള് പറയണം അവരുടെ ക്ലാസ്സിൽ 13ഓളം പേരാണ്. അത് കൂടുതലും പെൺകുട്ടികളാ. അത് പല സ്റ്റേറ്റിൽ നിന്നുള്ള പെൺകുട്ടികളാ. ഈ പെൺകുട്ടികള് അവളോട് പറയുകയാണത്രേ, ഞങ്ങള് ഒരിക്കലും വിവാഹം ചെയ്യില്ല, ഞാനൊന്നും വി ആർ നോട്ട് ഗോയിങ് ടു ബി മാരീഡ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാ, എന്തിനാണ് ഈ അടിയുള്ള ജീവിതം? വീട്ടിൽ നല്ല മുട്ടൻ അടിയാണ്. മക്കള് പറയാണ് പേടിയാണ് വിവാഹത്തിലേക്ക് പോകാൻ. വീട്ടിലടി. ഒരു മോന് വീണ്ടും സെന്റ് തോമസില് ഹ്യൂമാനിറ്റീസ് ബാച്ച് പഠിച്ച മോൻ NSS വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് വന്നിട്ട് പറഞ്ഞു, അവനോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു, അവൻ ചിലപ്പോൾ മൂഡ് ഓഫ് ആയി പോകും. അപ്പൊ ഞാൻ ഒരിക്കൽ അവനോട് ചോദിച്ചാൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, സങ്കടമുണ്ടോ? ഒന്നുമില്ല. അല്ല, നിന്റെ മുഖം പെട്ടെന്ന് വേറെ ഒരു മൂഡ് സ്വിംഗ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. സാറിന് തോന്നിയതായിരിക്കും. 1.5 മാസം കഴിഞ്ഞപ്പോൾ അവനോട് എന്ന് പറഞ്ഞു, അവന് വൈകുന്നേരം എന്നെ കാത്തു നിൽക്കാം. ഓഫീസിൽ ഞാൻ പ്രിൻസിപ്പൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സാറേ എന്ന് പറഞ്ഞ് വിളിച്ചു വന്നിട്ട് പറഞ്ഞു, സാറ് കുറച്ചാൾ മുമ്പ് എന്നോടൊരു കാര്യം ചോദിച്ചില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും സങ്കടമുണ്ടോ? ഞാൻ അന്നേരം അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ സാറേ, എനിക്ക് വലിയൊരു സങ്കടം. പ്രിയപ്പെട്ട അധ്യാപകരെ, നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ അറിയുന്ന അധ്യാപകരായിട്ടുണ്ട്. ചുമ്മാ സിലബസിലുള്ള കാര്യം മാത്രം പഠിപ്പിച്ചു പോകുന്ന അധ്യാപകരായിട്ടല്ല ദൈവം നിങ്ങളെ ഒരു സ്കൂളിലേക്ക് അയക്കുന്നത്. വലിയ ഉത്തരവാദിത്വം. ഇത് ഞാൻ പഠിപ്പിച്ച കാര്യം പറയാം സമയം. അപ്പൊ ഇവൻ പറയാണ്, സാറേ എന്റെ വീട്ടില് എന്റെ അപ്പനും അമ്മയും തമ്മില് കലഹമാണ് എപ്പോഴും. 7 വർഷമായി അവർ ഒരുമിച്ച് ഒരു റൂമിൽ ഒരു കട്ടിലയിൽ കിടന്നിട്ട് അവർ രണ്ടുപേരും 2 റൂമിലാണ് കിടക്കുന്നത്. 7 വർഷമായി. ഓർക്കണം, ഇവൻ +2 വന്നിരിക്കുന്ന പയ്യനാണ്. അവന്റെ അനിയത്തി മുത്തോലി സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 ചെയ്യും. അവൻ പറയാണ്, 7 വർഷമായിട്ട് എന്റെ അപ്പനും അമ്മയും തമ്മിൽ അടിയാണ്. അവര് 2 റൂമിലാണ് കിടക്കുന്നത്. അവര് തമ്മിൽ സംസാരിക്കാറേ ഇല്ല. സംസാരിക്കുന്നെങ്കിൽ പഴി പറയാനും ചീത്ത പറയാനും. ഇപ്പോഴവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിവാഹമോചനത്തെ കുറിച്ചാണ്. സങ്കടമാണ് സാറേ. എനിക്കിങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്റെ സ്കൂൾ അനുഭവത്തില് ഈ കുഞ്ഞുങ്ങളുടെ അപ്പനമ്മമാരെ കുറിച്ചുള്ള സങ്കടങ്ങൾ നിരവധിയാണ്. അവരെ കുറിച്ച് വലിയ ഭയമാണ്. വീട്ടിൽ വന്നിട്ട് പരിക്കനായിട്ടാണ്, ഒന്നൊരു സ്നേഹം കൊടുക്കാൻ പറ്റുന്നില്ല. കുഞ്ഞു തെറ്റിന് പോലും അവരെ പച്ചത്തെറിയാ വിളിക്കുന്നത്, നല്ല അടിയാ കൊടുക്കുന്നത്. മാറ്റി നിർത്തുക, അവഗണിക്കുക, പൊട്ടനാണ്, മിടുക്കണം, കൊള്ളിയാനാണ് എന്നൊക്കെ പറഞ്ഞ് ശാപിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കണം, കരുതലുള്ളവരാണ്. ചുമ്മാ കുറെ സൈക്കോളജി ക്ലാസ്സും കയറിയിട്ട് ജീവിതത്തെ നന്നാക്കാന്ന് വിചാരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അടുപ്പം, റിലേഷൻഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിലേഷൻഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി ക്ഷമിച്ച്, ക്ഷമ വേണം. ചാൾസ് ഡാനിയൽ എന്ന് പറയുന്ന ഒരു വലിയ എന്താ പറയുന്ന ഒരു സൈക്കോളജിസ്റ്റാണ് ചാൾസ് ഡാനിയൽ. നിരവധി ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ഒരു മഹാപ്രതിഭയാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കന്മാർക്ക് ഒരു അധ്യാപകന്റെ ക്ഷമ. അധ്യാപകരെ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾക്ക് അത്ര ക്ഷമയുള്ളവരാണ്. പാവം കുഞ്ഞുങ്ങൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുറവ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ച് അവരെ നിർത്തി പൊരിച്ച് കരിച്ച് ഉണക്കി വിടുന്ന രീതികളൊക്കെ ഉണ്ട്. എന്നാലും ചാൾസ് ഡാനിയൽ പറയുന്ന അധ്യാപകൻ നല്ല ക്ഷമയുള്ളവരായി. കേട്ടോ, ഇവിടെയുള്ള അധ്യാപകരെ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് ചില വികൃതിയും കുസൃതിയും അത് അവരുടെ ഒന്നും കുഴപ്പം കൊണ്ട് സംഭവിച്ചതല്ല. അപ്പൊ അതൊക്കെ ഒന്ന് അവരെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ഷമിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. മനസ്സിലാക്കാത്തതാണ് പ്രശ്നം. ചാൾസ് ഡാനിയൽ പറഞ്ഞിരിക്കുകയാണ്, ഒരു മാതാപിതാക്കന്മാർക്ക് ഒരു അധ്യാപകന്റെ ക്ഷമ. പിന്നെന്താണ്? സുപ്രീം കോടതി ജഡ്ജിയുടെ നീതിബോധം, ഒരു മനഃശാസ്ത്രജ്ഞന്റെ നയചാതുരി, ഒരു ഹാസ്യ നടന്റെ നർമ്മരസം, ഒരു ഡോക്ടറുടെ
ആത്മസമർപ്പണം. ഇതെല്ലാം കൂടെ കൂടുന്നതാണ് മാതാപിതാക്കന്മാർ. ഒരു അധ്യാപകന്റെ ക്ഷമ ഉണ്ടായിരിക്കണം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലും മക്കൾ തമ്മിലുള്ള ബന്ധത്തിലും കാരണവന്മാരുള്ള ബന്ധത്തിലും നിങ്ങൾ ക്ഷമിക്കുന്ന ദീർഘക്ഷമയുള്ള ആളാണോ ടെസ്റ്റ് ചെയ്യണം. ജീവിതത്തിലേക്ക് വിജയം കൊണ്ടുവരും. നിങ്ങളുടെയൊക്കെ വീട്ടില് പ്രായമായിട്ടുള്ള കാരണവന്മാര് വേദനിക്കുന്നുണ്ടെങ്കിൽ, അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ, മാറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ, അവരുടെ കണ്ണീര് നിങ്ങളുടെ കുടുംബത്തിൽ വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ തിരുത്തണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അഭിശബ്ദമായി തീരും. കാരണവന്മാർക്ക് കുറ്റം കുറവൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ കാരണവന്മാരാണെങ്കിലും ഭർത്താവിന്റെ കാരണവന്മാരാണെങ്കിലും വീട്ടിലിരിക്കുന്ന വയസ്സ് എന്ന കാരണവന്മാര് നിങ്ങളെ ഓർത്ത് കരയുന്നവരാകരുത്, വേദനിക്കുന്നവരാകരുത്. അവർക്ക് സഹായവും സഹാനുഭൂതിയും ബലവും ശുശ്രൂഷയും സ്നേഹവും പരിചരണവുമായിട്ട് നിങ്ങൾ നിൽക്കണം. അത് കണ്ട് നിങ്ങളുടെ മക്കളും അവരുടെ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ടായ വലിയ അനുഗ്രഹമാണ് കുടുംബത്തിൽ. ഇത് നിങ്ങൾ നോക്കണം. നിങ്ങൾ ഇത് കളഞ്ഞിട്ട് നിങ്ങൾ എന്ത് ജീവിതത്തിൽ നേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഏത് ഉയർത്തി ചെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ല. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇന്ന് പല കുടുംബങ്ങളും തകർന്നു കിടക്കുന്നത് കാരണവന്മാരുടെ കണ്ണീര് വീണിട്ടാണ്. നമുക്ക് തെറ്റിപ്പോയെങ്കിൽ നമുക്ക് തിരിച്ചു ചെല്ലണം, മാപ്പ് പറയണം, സ്നേഹം കൊടുക്കണം. ഇനി നിങ്ങൾ അവരെ മാറ്റാൻ പോകരുത്. അവർക്ക് ഇത്ര പ്രായമായി. അധ്യാപകരെ ശ്രദ്ധിക്കേണ്ട ഒരു ഫീൽഡാണ്. എല്ലാവർക്കും ഒരേ പൊട്ടൻഷ്യൽ ആയിട്ടല്ല കർത്താവ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടൻഷ്യൽ അവർക്കുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടൻഷ്യൽ അവർക്കുണ്ട്. മാതാപിതാക്കന്മാർ അധ്യാപകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു തെരുവില് ഒരു പൊട്ടിയ വീണയിലെ തന്ത്രികള് വയലിനാണ്. ഇത് നടന്നത് യൂറോപ്യൻ നാടുകളിലാണ്. അപ്പൊ അവിടെ വഴിയോരത്ത് ഇത് വിൽക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ പൊട്ടിയ ഒരു ഫിഡിലാണ്. അപ്പൊ 50 രൂപ അവര് പറഞ്ഞു, അല്ലെ എത്ര പൗണ്ട് എന്ന് പറഞ്ഞു. ആൾക്കാർ പറഞ്ഞു 60 പൗണ്ട്, 70 പൗണ്ട്, അത് കൂടുതലൊന്നും ഇല്ല. അപ്പൊ അതിന് നിന്നിരുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് ഈ ഫിഡിലെടുത്തിട്ട് എന്തൊക്കെ ചെയ്തു, അതൊക്കെ ഒന്ന് കെട്ടി വൃത്തിയാക്കി തുടച്ചു. എന്നിട്ട് അയാൾ അതൊന്ന് പ്ലേ ചെയ്യാൻ തുടങ്ങിയപ്പോ നല്ല സംഗീതം അതിൽ നിന്ന് വരിക. അപ്പൊ അങ്ങ് ദൂരെ കൂടെ ഒക്കെ ശ്രദ്ധിക്കാതെ പോയവരും ഈ സംഗീതത്തിന്റെ ഉറവിടം നോക്കിയിട്ട് വരിക. അപ്പോൾ ഇദ്ദേഹം ഫിഡിൽ വായിക്കുക. എന്നിട്ട് ഇദ്ദേഹം ഈ വിൽപ്പനക്കാരനോട് പറഞ്ഞു, ഇനി വിറ്റോളൂ. ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ വില അങ്ങോട്ട് കുതിച്ചുയരാൻ തുടങ്ങി. 50-60 പൗണ്ട് മാറിയിട്ട് 1000-1500 പൗണ്ട് വരെ ലേലം പോവുകയാണ്. എന്ന കണക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അധ്യാപകരെ, നിങ്ങളുടെ ക്ലാസ്സിലുള്ള ചില കുഞ്ഞുങ്ങള് ഇതേപോലെ ഫിഡിലിന്റെ ഒരു സ്പ്രിങ് പൊട്ടിയിരിക്കുന്നതായി അതിനെ കൃത്യമായിട്ട് ഒന്ന് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, പൊട്ടനാ മണ്ടനാ എന്നും പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തരുത്. അവനിലൂടെ വലിയൊരു അനുഗ്രഹം നിന്റെ കുടുംബത്തിന് ദൈവം വെച്ചിട്ടുണ്ട്. അവനെയും സ്നേഹിക്കുക, കരുതുക. സുപ്രീം കോടതി ജഡ്ജിയുടെ നീതിബോധം ഇത് മക്കളോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, അയൽപക്കങ്ങളോടുള്ള ബന്ധത്തിൽ ഉണ്ടാവണം. ഇങ്ങനെ മാന്താൻ പോകരുത്, അതിന് മാന്താൻ പോകരുത്. ചെറിയ കാര്യങ്ങൾക്ക് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കി, വഴക്കുണ്ടാക്കി അയൽപക്കങ്ങളുമായിട്ടുള്ള ബന്ധം നശിപ്പിക്കരുത്. ഒന്ന് വിട്ടുകൊടുത്തേര്. നീ വിട്ടുകൊടുത്തുകൊണ്ട് നിനക്കൊരു ചുക്കും നഷ്ടപ്പെടാനില്ല. ഞാൻ പറയാം, ദൈവത്തിന്റെ നാമത്തിൽ പറയാം. നീ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഇത്തിരി താണു കൊടുത്താൽ, ഭർത്താവിന് വേണ്ടിയിട്ട് നീ ഇത്തിരി ഒന്നിട്ട് താണു കൊടുത്തു കഴിഞ്ഞാൽ, വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, നിന്റെ അയൽപ്പക്കക്കാർക്ക് വേണ്ടിയിട്ട്, നിന്റെ വീട്ടിലെ കാരണവന്മാർക്ക് വേണ്ടിയിട്ട്, നിന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ട്, ചിലരുടെ മാതാപിതാക്കന്മാരുടെ ഒരു പ്രശ്നം ഇതാണ്. എന്തെങ്കിലും കുഞ്ഞുങ്ങളെ എന്ന് പറയും, എന്നിട്ട് ഈ വീട്ടിൽ വെച്ചിട്ട് അവരുടെ കേക്ക് ഈ ടീച്ചറിനെ പള്ളു പറയുക, തെറി വിളിക്കുക, കുറ്റപ്പെടുത്തുക. ഇത് കേട്ടിട്ടാണ് ഈ പിള്ളേര് സ്കൂളിലേക്ക് പോകുന്നത്. ദയവേത് ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പിള്ളേരോട് മിണ്ടണ്ട. ഒന്ന് ഫോൺ വിളിച്ച് അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഉള്ളി പൊളിക്കുന്ന പോലെ ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോഴും ഓർക്കുക, സെന്റ് തോമസിലേക്ക് ഇങ്ങനെ ഈ മറ്റേ ഭാഷം കളിച്ചുകൊണ്ട് അവന്റെ മുടി ഞാൻ വൃത്തിയായിട്ട് മുടി വെട്ടാതെ ഓർണത്തിനെ പല സെന്റ് തോമസ് ബോയ്സ് സ്കൂളായിരുന്നു. ഞാൻ
മിക്സഡ് ആക്കിയിട്ടാണ് പുറത്തേക്ക് പോയത്. പക്ഷെ ഞാനായിരുന്ന സമയം ബോയ്സ് സ്കൂളാ. തോന്നിയാസം വരും. ഞാൻ പേരൻസ് മീറ്റിംഗിന് ആദ്യം തന്നെ പറയും, ഇവന്മാരിങ്ങനെ തോന്നിയാസ രീതിയിൽ മുടിയും വെട്ടി കോപ്രായം കാണിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാല് നല്ല ഇൻസർട്ട് ഒക്കെ ചെയ്ത് നല്ല ഡ്രസ്സിംഗ് ഒക്കെ വൃത്തിയായിട്ട് അതൊക്കെ തേച്ച് നടന്നോളൂന്ന് ഞാൻ പറയും. താടിയൊക്കെ പഠിച്ച് വീശ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. ഞാൻ പേരൻസിനോട് പറയും. പേരൻസിന് ചിലർക്ക് ബുദ്ധിമുട്ട്, അയ്യോ അവരുടെ പ്രായം സ്വാതന്ത്ര്യം. ഞാൻ പറഞ്ഞു, ഇവരെ ഇങ്ങനെ കോപ്രായം കെട്ടി നടക്കുന്നവരെയാണ് പുറത്തുള്ള മാഫിയകള് നോട്ടയിടുന്നത്, കഞ്ചാവിന്റെ ഏജൻസ് ആക്കി മാറ്റുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. മതപതാക്കവരെ അതുകൊണ്ട് ശ്രദ്ധിക്കണം. നശിക്കാൻ വേണ്ടിയിട്ടുള്ള സാന്ദ്രമാണ് കൊടുക്കുന്നത്. കൊച്ചിനറിയാവോ തീ പൊള്ളുന്ന കുഞ്ഞുനാളില്? നിങ്ങൾ അവരെ വിടുമായിരുന്നോ? അയ്യോ കൊച്ചല്ലേ പോയി തീക്കകത്ത് ചാടി പൊള്ളിയിട്ട് പഠിക്കട്ടെ, അങ്ങനെയാണോ നമ്മൾ വളർത്തിയത്? നമുക്കറിയാം അത് അപകടമാണ്, ഒന്ന് പോകണ്ടെന്ന് പറയും. നമ്മൾ കൊച്ചു കരഞ്ഞാലും വിടിയല്ല. ഇപ്പൊ തന്നെ പിന്നെ വിടുന്നത് എഴുതി ബൈക്ക് പോവാം. ജീവിതം ആരാ കുഴപ്പം? അപ്പന്റെ അമ്മയുടെ ചന്തയ്ക്ക് നോക്കി നല്ല അട്ടുകൊടുക്കാൻ ലൈസൻസ് പോലും ഇല്ല, ഈ ബൈക്കിൽ വിടുകയാണ്. എന്താ അവൻ കരഞ്ഞു, അവൻ ചോറുണ്ടില്ല, അവൻ ഭക്ഷണം കഴിക്കുന്നില്ല, അതിന് പ്രയാസമാണ്. ഒന്നേ ഉള്ളതിലും ഒലക്കേക്ക് തല്ലണം എന്നൊക്കെ പറയും. ഞാൻ പറയുന്നത് ഭയങ്കരമായിട്ട് പീഡിപ്പിക്കണമെന്നല്ല, ശിക്ഷണം, സ്നേഹപൂർവമായിട്ടുള്ള തിരുത്തല്, ബോധ്യപ്പെടുത്തണം. മോനെ ഇത് അപകടമാണ്. നീന്തൽ അറിയാവുന്ന കുഞ്ഞുങ്ങളെ ചുമ്മാ കുളിക്കാനായിട്ട് ചുമ്മാ തൊട്ടിലേക്ക് ആറ്റിലേക്ക് വിട്ടാൽ എങ്ങനെയാ ശരിയാവുന്നത്? ജീവൻ നഷ്ടപ്പെട്ടു പോവുകയല്ലേ? നിങ്ങളുടെ അനുവാദം കൂടാതെ ഒരു കാര്യത്തിനും കുഞ്ഞുങ്ങൾ പോകരുത്. ഈ അനുസരണം എന്ന് പറയുന്നത്, നിങ്ങളുടെ പെർമിഷൻ എന്ന് പറയുന്നത്, അത് എന്നെ കർത്താവ് പഠിപ്പിച്ചതാണ്. അധ്യാപകനായിട്ട് ഇരുന്നപ്പം പഠിപ്പിച്ചതാണ്. സാറിനൊക്കെ അറിയാം, ചില ജീവൻ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങള് ടീച്ചേഴ്സ് പറയുന്നത് അനുസരിക്കാതെ, മാതാപിതാക്കന്മാരും അറിയാതെ ഓരോരോ കാര്യങ്ങൾക്ക് പോകും. അവരുടെ ഇഷ്ടമാണ്. ചിലപ്പോൾ സ്പോർട്സ് ആയിരിക്കും, ചിലപ്പം ഗെയിംസ് ആയിരിക്കും, ചിലപ്പം കമ്പ്യൂട്ടർ ഗെയിമുകളാണ്, ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്പോർട്സ് ആക്ടിവിറ്റീസാ. പക്ഷേ അപ്പന്റെ അമ്മയുടെ ടീച്ചേഴ്സിന്റെ അനുവാദം കൂടാതെ പോകരുത്. കാരണം ദാറ്റ് പെർമിഷൻ ഇറ്റ്സെൽഫ് ഈസ് എ പ്രൊട്ടക്ഷൻ ഫോർ ദം. നിങ്ങളുടെ ഒരു പെർമിഷൻ അവർക്കൊരു സംരക്ഷണമാണ്. പെർമിഷൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ആ സംരക്ഷണ ഭിത്തിയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്, എന്റെ പിള്ളേരെ നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അപ്പനും അമ്മയും വേണ്ട എന്ന് പറഞ്ഞാൽ പോകരുത്. എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് സമ്മതിപ്പിച്ചോണം, അവരുടെ ഒരു പെർമിഷൻ വാങ്ങിച്ചോണം. അയ്യോ ഇവര് പെർമിഷൻ കൊടുത്തില്ലേ പിന്നെ ഇവർക്ക് സംരക്ഷണമില്ല, എന്നാ പെർമിഷൻ കൊടുത്തേക്കാന്ന് വിചാരിക്കരുത്. നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഇവിടെ വിദ്യാഭ്യാസം ഒന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് തമ്പുരാൻ കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം അവിടെ പ്രശ്നമല്ല, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവിടെ പ്രശ്നമല്ല, നിങ്ങളുടെ ജോലിയോ നിങ്ങളുടെ കഴിവോ ഒന്നും പ്രശ്നമല്ല. നിങ്ങൾക്ക് ഈ മക്കളെ വിശ്വാസത്തില്, ജ്ഞാനത്തില്, വിശുദ്ധിയില് വളർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ കൃപകളും ദൈവം തന്നിട്ടുണ്ട്. ഖലീൽ ജിബ്രാൻ പറയുന്ന ഇതാണ്, നിങ്ങളുടെ കാരണം ഒരു സ്ത്രീ, ഖലീൽ ജിബ്രാൻ ലെബനൻ കവിയാണ്, വലിയ ഫിലോസഫറാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ഓരോ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും. ഒരു സ്ത്രീ മാറോട് അടുക്കി വെച്ച തന്റെ കുഞ്ഞുമായിട്ട് വന്നിട്ട് ജിബ്രാനോട് പറയുന്നുണ്ട്, ഖലീൽ ജിബ്രാനോട് പറയുന്നുണ്ട്, ഞങ്ങളോട് കുഞ്ഞുങ്ങളെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഖലീൽ ജിബ്രാൻ പറയുന്നത്, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കളല്ല. അതാണ് ഖലീൽ ജിബ്രാൻ പറഞ്ഞത്, നിങ്ങളുടെ മക്കളല്ല, നിങ്ങളിലൂടെയാണ് വന്നതെങ്കിലും നിങ്ങളുടെ സ്വന്തമല്ല. ദൈവത്തിന്റെ സ്വന്തമാണ്, ദൈവം തന്നതാണ്. 6, 7, 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഓടി നടക്കുന്ന, ചികിത്സയായിട്ട് നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? നമ്മുടെ കഴിവാണെന്നാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്, നമ്മുടെ മിടുക്കാണെന്നാണ് ഓർത്തിരിക്കുന്നത്. ദൈവം നിങ്ങളുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കുന്നതിന്, സമൃദ്ധി തരുന്നതിന്, ഐശ്വര്യം തരുന്നതിന്, നിങ്ങളെ ഉത്തരവാദിത്തമുള്ളവരാക്കി വിശ്വസ്തരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് മക്കളെ തന്നിരിക്കുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ, അതിനു വേണ്ടിയിട്ടാണ് മക്കളെ തന്നിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങളുടെ മക്കളല്ല, ഇത് ദൈവത്തിന്റെ മക്കളാണ്, നിങ്ങളിലൂടെ വന്നതാണ്, നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അവർക്ക് കൊടുക്കാം, നിങ്ങളുടെ ചിന്ത കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ ജിബ്രാൻ പറയുന്നു. നമ്മൾ അവർക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് ഈ സ്നേഹമാണ്. ഇത് പല കുഞ്ഞുങ്ങൾക്കും ഇന്ന് അനുഭവിക്കാൻ പറ്റാതെ വരുന്നു. അമ്മയിൽ നിന്ന്, അപ്പനിൽ നിന്ന് നിങ്ങൾ തമ്മിൽ ഒരു ചർച്ചയില്ലെങ്കിൽ ഇത് എങ്ങനെ കുഞ്ഞുങ്ങൾ അനുഭവിക്കും?
അപ്പൊ നോക്കിക്കേ, സുപ്രീം കോടതി ജഡ്ജിയുടെ നീതിബോധം പിന്നെ മനഃശാസ്ത്രജ്ഞന്റെ നയചാതുരി ഓരോ സമയത്തും കുഞ്ഞുങ്ങളോട് ഇടപെടേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരും. എന്ത് ചെയ്താൽ മതി? യു ഹാവ് ടു കീപ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവഭയവും ദൈവഭക്തിയും ഉള്ള കുടുംബം, ഉള്ള മാതാപിതാക്കന്മാര് പേടിക്കാം. ഞാൻ പറയാ 100% ഉറപ്പ് തരുക. നിങ്ങൾ എന്നെ ചലഞ്ച് ചെയ്തോ, വെല്ലുവിളിച്ചോ. നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ദൈവവിശ്വാസവും ദൈവഭയവും ഉണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ മക്കളും നഷ്ടപ്പെടില്ല, പരാജയപ്പെടില്ല, വിജയത്തിലെത്തും. കാരണം ഇതിന്റെ കൂടെ തരുന്ന കുറെ സാധനമുണ്ട്. അറിവ്, ബുദ്ധി, ആലോചന, ആത്മധൈര്യം, ഇതെല്ലാം ദൈവം നിങ്ങൾക്ക് തരും. ഇതുണ്ടായാൽ മതി. പക്ഷെ ഇന്ന് നമുക്ക് കീശയിലാണ്, കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ആശ്വാസം കണ്ട ദൈവം അല്ലേ, ഈശോയിലാണ് വിശ്വാസം, പക്ഷെ കീശയിലാണ് ആശ്വാസം. സമ്പത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുക. മക്കള്, കുടുംബം ഊർന്നു പോകുന്നത് അറിയുന്നില്ല പലരും. കപ്പൽ ജോയി, എനിക്കൊന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും ധനാഠ്യനായിട്ടുള്ള മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. എത്രയോ പ്രശസ്തയുടെ കൊടുമുടിയിൽ നിന്ന ആൾക്കാരാണ് തകർന്ന് ചാമ്പലായി പോയത്, തകർന്നു വീണത്. പ്രശസ്തിയും പണവും ഒന്നും ജീവിതത്തെ സുന്ദരമാക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആവശ്യത്തിന് വേണം. ഇനി വേറൊരു കാര്യം മാതാപിതാക്കന്മാരോട് പറയാനുള്ളത്, മക്കളുടെ ഒരു കഷ്ടപ്പാട്, നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല മാനേജ്മെന്റ് ഉള്ളവരായിരിക്കണം. പല കുടുംബങ്ങളും തകർന്നു പോവുകയും കൂട്ടാത്മഹത്യയിലേക്കും ആവശ്യമില്ലാത്ത അനീതികളിലേക്കും അധാർമികതയിലേക്കും പോകാനുള്ള ഒരു കാരണം ഈ മണിയുടെ മിസ്യൂസേജ് ആണ്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന് കിട്ടുന്നത് ഇപ്പൊ ഒരു 1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 3/4 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. അവിടുത്തെ ഒരു താഴ്ന്ന എംപ്ലോയിക്ക് കിട്ടുന്ന 10,000 രൂപയാ. ഈ 10,000 രൂപ കൊണ്ടുപോയിട്ട് വീട്ടിൽ ഭാര്യയുടെ 2 മക്കളുടെയൊക്കെ കാര്യം കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യരുണ്ട്. അലവനുസരിച്ചിട്ട് ചെലവാക്കാൻ, അത്യാവശ്യമുള്ളത്, ആവശ്യമുള്ളത്, അനാവശ്യം എന്ന് തിരിക്കണം. നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ ജീവിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നാട്ടുകാരുടെ മുമ്പിൽ അപമാനിതരാകും. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കുഞ്ഞുങ്ങൾ ചോദിക്കുക എന്തിനാ ഉണ്ടാക്കിയെന്ന് ചോദിക്കും. എന്നോട് കർമ്മമാര് പറഞ്ഞിട്ടുണ്ട്, അവനിപ്പോ ചോദിക്കുന്നതാ വീട്ടിലെ കടബാധ്യത കാരണം. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് സാറേ ഇവനെ പഠിപ്പിച്ചു വരുന്നത്. സാറ് എന്റെ കയ്യിലെ തഴമ്പ് കണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടന്റെ കാലിൽ മുട്ടില് തഴമ്പുണ്ടോ? ചേട്ടന്റെ കയ്യിലെ തഴമ്പ് ഞാൻ കണ്ടു, കാൽമുട്ടില് തഴമ്പുണ്ടോ? അതിനെ സാർ എന്നെ കളിയാക്കണമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കളിയാക്കിയത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മക്കൾക്ക് വേണ്ടിയിട്ട് രാപകലില്ലാതെ അധ്വാനിക്കുന്ന കരങ്ങളിലെ തഴമ്പ് കാണിക്കും. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന, മുട്ടയെ കുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന മുട്ടിലെ തഴമ്പില്ല. ഞാൻ ഒറ്റ ഫോർമുലയെ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് ജീവിതത്തിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ദൈവത്തെ കൊടുക്കുക, ദൈവവിശ്വാസം. ഏതൊരു പ്രതിസന്ധിയിലും നിങ്ങളില്ലെങ്കിലും ആരില്ലെങ്കിലും ഏത് അപകടസന്ധിയിലാണേലും എന്നെ രക്ഷിക്കാനായിട്ട് ഒരു പ്രത്യാശയായിട്ട്, പ്രതീക്ഷയായിട്ട് ദൈവത്തിന് കൊടുക്കുന്നവരാണോ? എന്നിട്ട് മക്കളെ നിങ്ങൾ ദൈവത്തിന് കൊടുത്തു. അല്ലെ അവരെ എവിടേക്കാ പോകുന്നത് നമുക്കറിയോ? ഇപ്പോഴത്തെ രീതി മക്കളോടും കൂടെ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുക. ഇതൊക്കെ മാതാപിതാക്കന്മാരോടുള്ള എന്റെ ദൂതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമാതിരി അനുഭവങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 കാര്യങ്ങളാണ് നിങ്ങളോട് പ്രധാനമായിട്ട് പറഞ്ഞത്. ഒന്ന്, നിങ്ങളുടെ ഒരു കാര്യം കൂടെ നിങ്ങളെ കുറിച്ച് ഞാൻ പറയാം. നിങ്ങളുടെ ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ഇന്ന് കേൾക്കുന്നവരെ, നിങ്ങൾ ബോറടിച്ചോ? ഇല്ലല്ലോ. ഓക്കെ 3 കാര്യങ്ങൾ ചെയ്യുമോ? നിങ്ങളുടെ വീട്ടിൽ 3 ടേബിൾ ഉണ്ടാകും. ഉറപ്പിക്കണം കേട്ടോ. ഇന്ന് തീരുമാനം എടുക്കണം. പുതിയൊരു അധ്യയന വർഷം, പുതിയൊരു ജീവിതമാണ്. സന്തോഷവും സമാധാനവും നൽകുന്ന 3 ടേബിളാണ്. അത് ഡിയിലാണ് ആരംഭിക്കുന്നത്. ഒന്ന് ഡിവൈൻ ടേബിളാണ്, ഒന്ന് ഡൈനിങ് ടേബിളാണ്, ഒന്ന് ഡിസ്കഷൻ ടേബിളാണ്. ഈ 3 ടേബിൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണം. മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ യൂണിഫോം ഒക്കെ മാറ്റി വന്നേ, നമുക്ക് കാപ്പ് കുടിക്കാം, അല്ലെങ്കിൽ കുളിച്ചിട്ട് വന്നേ കാപ്പ് കുടിക്കാം എന്നൊക്കെ ഉണ്ടായി വിശേഷം ചോദിക്കണം. കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ പറയുന്നവരാകണം.
അത് അപ്പനില്ല എങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഡിസ്കഷൻ കൂടുതലും അപ്പം വന്നു കഴിഞ്ഞ് ഒരു നേരമെങ്കിലും ഒരുമിച്ച് ആഹാരം കഴിക്കുന്ന ഒരു രീതിയുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാര് സത്യസന്ധമായിട്ട് പ്രതികരിക്കണം. ഒരു നേരമെങ്കിലും ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ഇരുന്ന് ആഹാരം കഴിക്കുന്ന വീടുകളിൽ നിന്നുള്ള അമ്മമാര് മാത്രം, അവർക്ക് കുറച്ചും കൂടെ സത്യസന്ധത അന്ന് കൈവക്കാവോ? അമ്മമാരവിടെ കൂടുതൽ വന്നിരിക്കുന്നത് കൊണ്ട് ഒരു നേരമെങ്കിലും നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കിക്കേ, എത്ര പേര് കൈവക്കിയിട്ടുണ്ടെന്ന്. കുറവാണ്, വളരെ കുറവാണ്. ഞാൻ പറഞ്ഞത് രാവിലെ തിരക്കാണ്, അപ്പന് ജോലിക്ക് പോകണം, അമ്മയ്ക്ക് ചിലപ്പോൾ ജോലിക്ക് പോകണം, അല്ലെ വേറെ ഒത്തിരി പ്രോഗ്രാം ഉണ്ട്, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റിയല്ല, ഉച്ചയ്ക്ക് പറ്റിയല്ല. പക്ഷെ വൈകിട്ട് പ്ലീസ് അപ്പ, പ്ലീസ് അമ്മ, ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കേ. ഇനി ഒരാഴ്ചയിൽ 1-2 ദിവസമൊക്കെ പോയാലും കുഴപ്പമില്ല, എന്നാലും ഒരു മാസത്തിൽ കുറേ ദിനങ്ങളെങ്കിലും ഈ കുഞ്ഞു മക്കളോടൊപ്പം ഇരുന്ന് ഭക്ഷണം, ദൈവം തന്ന ഭക്ഷണം സന്തോഷത്തോടെ അപ്പോൾ സംസാരിക്കുന്നത് അയൽവക്കത്തെ വീട്ടിലെ കുറ്റമല്ല, നാട്ടിലെ കുശുമ്പോർത്താനല്ല, സ്കൂളില്, നാട്ടില്, ജോലി സ്ഥലത്ത് ഉണ്ടായ തിക്താനുഭവങ്ങളല്ല, ഉള്ള നന്മകളെല്ലാം പറയണം. അങ്ങോട്ട് പോയപ്പോ ഒരാളെ സഹായിക്കാൻ പറ്റിയത് പറയും, ഒരാളുടെ വിഷമം കണ്ട് സഹായിക്കാൻ, പ്രാർത്ഥിക്കാൻ പറ്റിയത് പറയും, ഒരു കുറ്റവും പറയും. വീട്ടിലുണ്ട്, സ്കൂളിലുണ്ടായ നല്ല അനുഭവങ്ങൾ കുഞ്ഞുങ്ങൾ പറയും. ഞാനിപ്പം മദർ തെരേസയുടെ ഒരു കാര്യം പറയുകയാണ്. മദർ തെരേസ പങ്കുവെച്ച ഒരു കാര്യമാണ്. അവരുടെ കൊച്ചുനാളിൽ അവരുടെ പേര് ആഗ്നസ് എന്നായിരുന്നു. ഒരിക്കല് ഈ ആഗ്നസ് കൊച്ചിലെ തന്നെ വലിയ ദൈവഭക്തി, ദൈവസ്നേഹമൊക്കെ ഉള്ള കുഞ്ഞായിരുന്നു കേട്ടോ. മക്കളും കൂടെ ഒന്ന് കേൾക്കണം കേട്ടോ, കുഞ്ഞു മക്കളും കൂടെ ഒന്ന് കേൾക്കണം. മദർ തെരേസ ആയിത്തീർന്ന കുഞ്ഞ് ആഗ്നസ് കുഞ്ഞുനാളിലെ ഈശോയുടെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു കുഞ്ഞായിരുന്നു. അപ്പൊ ചേട്ടൻ ലാസറും പിന്നെ ചേച്ചി ഇവര് സ്കൂളിൽ നിന്ന് വന്നിട്ട് റൂമിനകത്തിരുന്നിട്ട് ഇങ്ങനെ അധ്യാപകരുടെ കുറ്റം പറയാം. അപ്പോഴാണ് കുഞ്ഞ് ആഗ്നസ് അങ്ങോട്ട് കയറി ചെന്നത്. അപ്പൊ ഒരു സന്ധ്യാസമയം കഴിഞ്ഞ ഒരു സമയമാണ്. അമ്മ മറ്റൊരു റൂമില് ഡ്രസ്സ് മറ്റടുക്കി വെച്ചിരിക്കുന്ന സമയം ഇവര് 3 പേരും കൂടെ കൂടി ആ കുഞ്ഞ് ആഗ്നസും ഇതിന്റെ കൂടെ ചേർന്ന് ഇതെല്ലാം കേട്ട് അവളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് ഇവരുടെ റൂമിലെ വെട്ടം അങ്ങോട്ട് അണഞ്ഞു. ഇരുട്ടായപ്പോ കുഞ്ഞുങ്ങൾക്ക് പേടിയായി. അമ്മേന്ന് വിളിച്ചോണ്ട് ഇവർ അമ്മയുടെ റൂമിൽ ചെന്നപ്പം അവിടെ ലൈറ്റ് ഉണ്ട്. ആ അമ്മയോട് പറഞ്ഞു, അയ്യോ ഞങ്ങൾ പേടിച്ചു പോയി, അവിടെ ലൈറ്റ് അണഞ്ഞു പോയി, ഇവിടെ ഉണ്ടല്ലോ. അന്നേരം ഈ അമ്മ ഈ കുഞ്ഞു മക്കളോട് പറഞ്ഞു, മറ്റുള്ളവരെ കുറ്റം പറയുന്നവരെയും പരിഹസിക്കുന്നവരുടെയും റൂമില് വെട്ടം ഉണ്ടാകും. മദർ തെരേസ പിന്നെ വിശുദ്ധ അല്ലെ, ജീവിക്കുന്ന വിശുദ്ധ എന്നറിയപ്പെടുമ്പോഴും അന്ന് അമ്മ പറഞ്ഞ ആ കാര്യം അവൾ ഓർത്തു വെക്കാണ്. മറ്റുള്ളവരെ പരിഹസിക്കുകയോ മറ്റുള്ളവരെ വിമർശിക്കുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നവരുടെ റൂമിൽ വെട്ടമില്ല. എങ്ങനെയാണ് ഒരു അപ്പൻ ഒരമ്മ കുഞ്ഞുങ്ങളിലേക്ക് നല്ല ഉപദേശങ്ങള്, നല്ല രീതികൾ കൊടുക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എത്രയോ സമയം നമുക്ക് എത്രയോ രീതികളിലൂടെ കുഞ്ഞുങ്ങളിലേക്ക് നന്മ പകർന്നു കൊടുക്കാനായിട്ട് പറ്റും. നല്ല തമാശ പറയുന്ന, നല്ല സ്നേഹിക്കുന്ന, നല്ല കരുതുന്ന, ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പനും അമ്മയും എല്ലാം കൂടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന, മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് താല്പര്യമുള്ള, അനീതി പ്രവർത്തിക്കാത്ത, അധാർമികത പ്രവർത്തിക്കാത്ത അപ്പനും അമ്മയും അവരുടെ കുടുംബം നശിക്കില്ല. നമ്മുടെ നശിക്കുന്നതിനുള്ള കാരണം അതാണ്, അധാർമികതയാണ്. മക്കൾക്ക് വേണ്ടിയിട്ട് 1-2 കാര്യം പറഞ്ഞു നിർത്തുക കേട്ടോ. കുഞ്ഞുമക്കളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കാവോ? ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. സാറ് 1-2 അനുഭവങ്ങൾ പറഞ്ഞ് നിർത്തുവാണ്. ഒന്ന്, ഈ ചേർപ്പങ്കൽ സാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 11ാം ക്ലാസ്സിൽ വന്നു ചേർന്ന ഒരു കൊച്ച്, ആദ്യ ബാച്ചുകളിലുള്ള, അവൻ ക്ലാസ്സിലിരിക്കുമ്പോ ഇങ്ങനെ നോക്കിയിരിക്കും, ക്ലാസ് എടുക്കുന്നു, എന്നിട്ട് ഇങ്ങനെ തല ഓഹോ എന്നൊക്കെ വെച്ചിട്ട്. ഇപ്പൊ ഞാൻ ഫോട്ടോസിന്തസിസ് ബയോകെമിക്കൽ പ്രോസസ് ഇൻ which the complex organic food materials are synthesized from carbon dioxide and water എന്നൊക്കെ പറയുമ്പോൾ ഇവനിങ്ങനെ അത്ഭുതം കൂറിയിരിക്കും, ഓഹോ എന്നൊക്കെ വെച്ചിട്ട്. ഇവനെ നോക്കിയാൽ നമ്മളിങ്ങനെ ഓടിച്ചാടിയിരുന്നു. വേറെ ചിലരെ നോക്കിയാല് ഇങ്ങനെ ഉള്ള എനർജിയും കൂടെ
അതുകൊണ്ട് ഇവന്റെ കാര്യം എല്ലാവരും സ്റ്റാഫ് റൂമിൽ പറയും, അയ്യോ എന്നാ നല്ല കൊച്ചാ, എല്ലാത്തിനും നല്ല മാർക്കാണ്, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖം. വരാന്ത കൂടെ ഒക്കെ പോകുമ്പോൾ വളരെ നമ്മളെ ആക്കാൻ വേണ്ടിയിട്ടല്ല, സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആദരവല്ല, ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ആദരവ് നമുക്ക് സ്റ്റാഫ് റൂമിൽ ഇവന്റെ ഒരു എന്താ പറയുക ചർച്ചയായി. അപ്പൊ അന്ന് എനിക്ക് ഈ കുഞ്ഞുങ്ങളുടെ വീട്ടിൽ പോകുന്നൊരു പതിവുണ്ട്. അപ്പൊ ഞാൻ ആ സമയത്ത് ഈ അടുത്താണ്, ഞാനതുകൊണ്ട് പേരും പറയുകയല്ല സ്ഥലവും പറയുക. അന്ന് എനിക്കൊരു ഹീറോ ഹോണ്ട SS ബൈക്കായിരുന്നു ഉണ്ടായിരുന്നത്. ആ ബൈക്കിൽ ഞാൻ ഇവന്റെ വീട് തേടി പോയപ്പോൾ അവിടെ ഈ അടുത്തൊരു പ്രദേശത്ത് ഇറങ്ങിയിട്ട് 3 റബ്ബർ തോട്ടങ്ങൾ കടന്നു വേണം അവന്റെ വീട്ടിൽ. അതിലെ കയറി ഇറങ്ങി വീട് ചോദിച്ച് ചെല്ലുമ്പം ഒരു കോളനിയാണ് ഒരു തൊണ്ടിന്റെ കരയില് അന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അടുക്കി വെച്ചിരിക്കുന്ന തീപ്പെട്ടിക്കൂട് പോലുള്ള വീടുകൾ, തേച്ചിട്ടില്ല. അതിലുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ വീട്, ഇത്രേ ഉള്ളൂ, അതിശോക്തിയല്ല. കയറി ചെല്ലുന്ന ഒരു സ്ഥലം, അവിടെ ഒരു കയറുകട്ടില്, ഇവിടെ ഒരു ബെഞ്ച്, ഇവിടെ ഒരു ഡെസ്ക്. ഈ ഡെസ്കില് ഇവന്റെ പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ബാഗോട് ഒരു പായേറ്റെന്നാണ്, വൈദ്യുതി വന്നിട്ടില്ല, ലൈറ്റ് ഇല്ല, മണ്ണെണ്ണ വിളക്കിലാണ് പഠിക്കുന്നത്. അമ്മ ഒന്നെങ്കിൽ കട്ടിലേക്ക് കിടക്കും, അല്ലെങ്കിൽ താഴെ കിടക്കും, അല്ലെങ്കിൽ ഇവൻ കട്ടിലേക്ക് കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ കയറി ചെല്ലുമ്പോ ഉയ്യോ മാത്യു സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ചാടി എണീറ്റ് വന്നു. ആ അവധി ദിവസം അമ്മയെ എന്ന് വിളിച്ചു. അമ്മയ്ക്ക് സ്കൂളിൽ വന്ന് പരിചയമുണ്ട്. അമ്മ എന്ന് പറയുന്നത് ഇങ്ങനെ ഈർക്കിലിയിൽ ഒരു സാരി ചുറ്റിയാൽ അങ്ങനെയുള്ള ഒരു അമ്മ, നന്നായിട്ട് ചിരിക്കും. അയ്യോ മാത്യു സാറേ പാലില്ലല്ലോ, ഞാൻ കടുകാപ്പി എടുക്കട്ടെ, ഞാൻ കടുകാപ്പി എടുത്തു. സാർ എങ്ങനെ വീട് കണ്ടുപിടിച്ചു? അതൊക്കെ കണ്ടുപിടിച്ചു, വർത്തമാനം പറയാം. അമ്മ അടുക്കളയിലേക്ക് പോയി. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇത്രേ ഉള്ളൂ, ഇത് ഈ അടുക്കള എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ തല മുട്ടും ശരിക്കും നമ്മളൊക്കെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇങ്ങനെയാണ് ഷീറ്റ് ഇട്ടിരിക്കുന്നത്, തേക്കാത്ത ഭിത്തിയാണ്. ഞാൻ അവനോട് ചോദിച്ചേട്ടാ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അവൻ പറഞ്ഞില്ല സാറേ എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഉള്ളത് ഈ അപ്പുറത്തേക്ക് തൊട്ടടുത്തല്ലേ കോളനിയല്ലേ, അവിടെ വൈകിട്ട് തമിഴ് ഗാനങ്ങൾ വെക്കും, ഉറക്കം വെക്കും. അപ്പൊ ഇത്തിരി പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അവന് ആ തേക്കാത്ത ഭിത്തിയില് ഒരു ഹാർഡ് ബോർഡില് ഒരു വെള്ള ഷീറ്റിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഐ ഹാവ് ടു സ്കോർ മോർ ദാൻ 90% മാർക്ക് ഇൻ HSC എക്സാം. ഹയർ സെക്കൻഡറി എക്സാമിന് 90% കൂടുതൽ മാർക്ക് എനിക്ക് വാങ്ങിക്കണം. അവന്റെ ഡിസിഷൻ അവൻ എഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അറിയണം, അപ്പനാര് എന്നറിയില്ല. അമ്മയ്ക്ക് എപ്പോഴോ പറ്റിയ ഒരു അബദ്ധമാണ് ഇതിവനറിയാം. ഇവൻ വളർന്ന സാഹചര്യത്തിൽ എത്ര പേര് ഇവനെ കളിയാക്കിയിട്ടുണ്ട്. അവൻ എന്തിന്റെയൊക്കെ കാര്യത്തിൽ ഈ ജീവിതത്തെ നശിപ്പിക്കാമായിരുന്നു. പാവപ്പെട്ട അമ്മ 3-4 വീട്ടിൽ ജോലി ചെയ്തിട്ട് ഇനി അമ്മ വിദ്യാഭ്യാസം ഇല്ല, അഴകില്ല. ഇനി അമ്മ ഒരു പൊട്ടിയായതുകൊണ്ട് എന്ത് ചെയ്തു, ചെറുപ്പകാലത്ത് എവിടെയോ വീട്ടിൽ നിന്ന് കഴിഞ്ഞപ്പം കിട്ടിയ ഒരു കുഞ്ഞ് ഇവന് ജീവിതത്തെ മുഴുവനും നെഗറ്റീവായിട്ട് കാണാമായിരുന്നു. പക്ഷെ ആ കുഞ്ഞ്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് എന്തിന്റെ കുറവാ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തിന്റെ കുറവാ? അങ്ങനെയുള്ള കുഞ്ഞ് ബാക്കിയുള്ള അധ്യാപകരെയൊക്കെ പ്രചോദിപ്പിക്കുകയാണ്. എനിക്ക് ഇതുപോലെ എന്റെ അധ്യാപന ജീവിതത്തിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ ദൈവമായിട്ട് എന്റെ മുമ്പിൽ വന്ന് അവതരിച്ചിട്ടുണ്ട്, ദൈവങ്ങൾ കണക്കെ അവതരിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ട്, അന്നുണ്ട് ഇന്നുണ്ട് കുഞ്ഞുങ്ങൾ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാണ്. ഇന്ന് കുഞ്ഞുങ്ങളെ മുഴുവനും അപകടത്തിലാക്കുന്ന ഒന്ന് മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ ടൈമിന്റെ യൂസ് ആണ്. നിങ്ങൾ എന്ത് കാണുന്നു, ഏതൊക്കെ കാണുന്നു എന്നുള്ളത് പോട്ടെ, പക്ഷേ നിങ്ങള് വീട്ടില് അപ്പനും അമ്മയ്ക്കും മുതിർന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഫോൺ ഉപയോഗിക്കുന്നതിന്റെ മണിക്കൂറുകൾ കുറയ്ക്കണം. നിങ്ങൾ കുറയ്ക്കണം എന്ന് പറയുമ്പോൾ ഒരു ഡിജിറ്റൽ ഡീടോക്സിക്കേഷൻ കുടുംബം മുഴുവൻ ഉണ്ടാകും. കുഞ്ഞുങ്ങളങ്ങ് മാറ്റി വെക്കട്ടെ, അപ്പന് 12 മണി വരെ ഇരുന്ന് കാണും, അമ്മയ്ക്ക് 1 മണി വരെ ഇരുന്ന് കാണും. ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളും കിടക്കുന്നത്, ഉറങ്ങുന്നത് ഈ 12 മണി 1 മണി ഈ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, റീൽസ് ഒക്കെ കണ്ട് അങ്ങ് കിടന്നുറങ്ങും. നമ്മുടെ മക്കളും അതെ, നമ്മളും അതെ. കുടുംബത്തിലെ അത്യാവശ്യ ജോലിയൊക്കെ കഴിഞ്ഞു, ഇനി ഇച്ചിരി സമയം ഫോൺ കാണണ്ടേ. ഒത്തിരി കുടുംബങ്ങൾ തകരുന്നത് ഇവിടെയാണ്. ഇതിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഒരു സ്ത്രീക്ക് ഒന്ന് ശ്രദ്ധിക്കണേ,
ഒരു ദിവസം ഉറങ്ങാൻ 9 മണിക്കൂർ ആവശ്യമുണ്ട്. 9 മണിക്കൂറത്തെ ഉറക്കം ആവശ്യമുണ്ട് ഒരു സ്ത്രീക്ക്. നിങ്ങൾ അത്രയും സമയം കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസോർഡേഴ്സ് ഉണ്ട്. ഒരു പുരുഷൻ 8 മണിക്കൂർ കിടന്ന് ഉറങ്ങണം. നമ്മൾ എത്ര പേര് 8 മണിക്കൂർ കിടന്നുറങ്ങുന്നു? 9 മണിക്കൂറിൽ കിടന്നുറങ്ങുന്നു. കുഞ്ഞുങ്ങളുടെ രീതി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങള് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് ഞാൻ അധ്യാപകനായിരുന്ന സമയത്ത് എനിക്കറിയാം. ആ ചാറ്റിങ്ങിൽ പോയി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പിന്നെ കയറാൻ തോന്നിയ അതുപോലെ തെറിവർത്തമാനങ്ങളും അസഭ്യ മെസ്സേജുകളും എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു 9 മണി മാക്സിമം 9:30 10 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ടിനെ വിളിക്കേണ്ട കാര്യമില്ല, ഒരു ഫ്രണ്ടിനും മെസ്സേജ് അയക്കേണ്ട കാര്യമില്ല. എന്തിന് 9 മണി 10 മണി കഴിഞ്ഞിട്ട് എന്ത് ചാറ്റിങ്, എന്ത് ഫ്രണ്ട്ഷിപ്പ്? വേണ്ടതേ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അയ്യോ അതെന്റെ കൂട്ടുകാരിയാണ്, ഞാനും പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. ഇത് നിങ്ങൾക്കൊന്ന് തീരുമാനം എടുക്കാൻ പറ്റിയാൽ കുടുംബം രക്ഷപ്പെടും. ഞങ്ങളിപ്പോ ചെയ്യുന്ന ഒരു കാര്യം, ഞങ്ങൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കും. ഞാൻ ചിലപ്പോൾ ചില സ്പിരിച്വൽ ടോക്കുകളൊക്കെ ആയിരിക്കും, എങ്കിലും 10 മണി 11 മണി 11:30 വരെയൊക്കെ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഓടിപ്പോയി കിടക്കുന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം നമ്മുടെ കോഗ്നിറ്റീവ് സൈറ്റ്സ് എല്ലാം വർക്കിംഗ് ആണ്. അതുകൊണ്ട് ഞങ്ങള് ഒരു മാസം മുമ്പ് ഒരു തീരുമാനം എടുത്തു. പിള്ളേരോടും കൂടെ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു പപ്പ ഒരു കാര്യം പറയാണ്, മക്കളെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്രശ്നം ഉണ്ടായി പറഞ്ഞു വന്ന് ഒരു കല്യാണം കഴിച്ച് 2ാമത്തെ മാസത്തിൽ നടന്ന കാര്യം പോലും എടുത്തിട്ട് കളക്കും. അതുവരെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്, വിട്ടുകൊടുക്കുന്നില്ല. ഇതെല്ലാം കേട്ട് മക്കളെ ഒരു പരിവായിട്ട് ജീവിക്കുക, അവരവരുടെ രീതിയിൽ. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ഫോണിലെ കാഴ്ചകളുടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് സാർ നിർത്തണം. സാർ നിർത്താൻ സമയമായില്ലേ അല്ലേ? അത് സാറ് ഒരു സ്കൂളില് പ്രിൻസിപ്പളായിട്ട് പ്രൊമോഷൻ ചെന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. ഞാൻ കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് നിങ്ങളെ വർത്തമാനം പറഞ്ഞ അനുവദിച്ചത്. ഇനി ഒരു നിമിഷം കുഞ്ഞുങ്ങളെല്ലാവരും ശ്രദ്ധിക്കണേ. ഞാൻ ആദ്യമായിട്ട് പ്രൊമോഷനായിട്ട് ഒരു സ്കൂളില് പ്രിൻസിപ്പളായിട്ട് ചേർന്നു. അവിടെ ക്ലാസ് ഫസ്റ്റ് ഇയർ തുടങ്ങി. ബുധനാഴ്ച, വ്യാഴം, വെള്ളി, ശനിയാഴ്ച ഒരു വാർത്ത കേൾക്കാണ്. 11ാം ക്ലാസ് കൊമേഴ്സ് പഠിക്കുന്ന ഒരു കൊച്ച് അവന്റെ വീട്ടിലെ ഉത്തരത്തിൽ തൂങ്ങി. കോലഞ്ചേരി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. ജീവിക്കുവോ മരിക്കുവോ നിശ്ചയില്ല, മരണത്തോട് മല്ലടിച്ചു കിടക്കുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചത് എന്നാ പരിപാടിയാണ്? ഒരു പ്രിൻസിപ്പളായിട്ട് ഒരു സ്കൂളിൽ കാലെടുത്ത് കുത്തിയതേ ഉള്ളൂ. ഒരു ദുരന്ത വാർത്തയാണ്. ഞാൻ സയൻസ് ആണ്, അതുകൊണ്ട് എനിക്ക് അവനെ നല്ല പരിചയമില്ല. അഡ്മിഷന് കണ്ടു കാണും. അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് 7 വർഷം അപ്പനും അമ്മയും പ്രാർത്ഥിച്ചും ചികിത്സിച്ചുണ്ടായ ഒരേ ഒരു ആൺകുട്ടിയാണ്. 8ാം ദിവസം ഈ കുഞ്ഞ് ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു. അമ്മയുടെ മാനസിക നില തെറ്റി, വട്ടായി, ഭ്രാന്തായി. അപ്പന് വലിയ സംഗീതം. ഞാൻ കർത്താവിനോട് ചോദിച്ചത് എന്ത് പരിപാടിയായി? 7 വർഷം കൂടി അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ആൺകുട്ടി, അവൻ വളർന്ന് ഇത്രയായി കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ദിവസം ഒരു ദുരന്തത്തിലൂടെ അവൻ ഈ ലോകത്തിൽ നിന്ന് പോവാണ്. ഞാൻ ഇതിന്റെ സത്യം എന്താണെന്ന് അറിയണം എന്ന് വിചാരിച്ചു. പല കാര്യങ്ങളാണ് നാട്ടിൽ പറയുന്നതെങ്കിലും അതിന്റെ സത്യം ഇതായിരുന്നു. ഇവന് 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി പാസ്സായി. ഇവൻ അവിടെയുള്ള വലിയൊരു ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കും, നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നതാണ്, കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പൊ ഇവൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ കൂട്ടുകാർക്കൊക്കെ ഫോണുണ്ട്, ഞാൻ 11ാം ക്ലാസ്സിലേക്ക് പോകുമല്ലേ, അവിടെ പഠിക്കാനും ഫോണൊക്കെ വേണം, അതുകൊണ്ട് എനിക്കൊരു ഫോൺ വാങ്ങിച്ചു തരാം. അപ്പൊ ഇവർക്ക് വലിയ സാമ്പത്തികമൊന്നും ഇല്ല, പാവപ്പെട്ട വീടാണ്. അപ്പൊ ഇവർ ആദ്യം മടി പറഞ്ഞെങ്കിലും പിന്നീട് ഇവന്റെ നിർബന്ധം മൂലം പിന്നെ ഇവര് ഓർത്തു, ഒരേ ഒരു ആൺകുട്ടിയല്ലേ, 11ാം ക്ലാസ് അല്ലേ, നല്ല മാർക്കൊക്കെ മേടിച്ചതല്ലേ, കൂട്ടുകാർക്കൊക്കെ ഉള്ളതല്ലേ, മേടിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചു കൊടുത്തു. ഈ കളിയെല്ലാം കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു ഗ്യാങ്ങില് ഈ ഫോണിൽ കാണുന്ന കാര്യങ്ങളൊക്കെ അത്ര നല്ലതായിരിക്കണം നിർബന്ധമില്ല. ഒത്തിരിയും കുഞ്ഞുങ്ങള് ഗെയിം അഡിക്ഷൻ ഇല്ല, വാർഫെയർ എന്ന് പറഞ്ഞു. ചില കില്ലർ ഗെയിംസിന്റെ അഡിക്ഷൻസ് ഉണ്ട്, ചില കാർട്ടൂണിന്റെ അഡിക്ഷൻസ് ഉണ്ട്, ചില റീൽസിന്റെ അഡിക്ഷൻസ് ഉണ്ട്, ചില കൊറിയൻ സോങ്സിന്റെ അഡിക്ഷൻസ് ഉണ്ട്. മാതാപിതാക്കന്മാരെ ശ്രദ്ധിക്കണം. ഇത് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം അഡിക്ഷൻസ് ആണ്.
ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് പിന്നീട് തിരിച്ചു വരാൻ. പഠനത്തിന് കോൺസെൻട്രേഷൻ ഒക്കെ പോവും, കുറെ എണ്ണം അപകടത്തിലും ചെതിയാണ്. ഇവന്റെ അഡിക്ഷൻ വന്നത് ഈ കൂട്ടുകാര് ഇവന് അശ്ലീല വീഡിയോ ഇട്ടു ഫോണിൽ. അപ്പൊ ഇവരെല്ലാം കൂടെ കണ്ടു. പിന്നെ പലരും സെൻഡ് ചെയ്യും. ഇതൊക്കെ കണ്ടു കഴിയുമ്പോ ആ കൗമാരപ്രായത്തിലെ ഒരു രസമാണ്. ആണും പെണ്ണും കൂടെ കൂടി കളിക്കുന്നതാണ്. അവന്റെ കൗമാരപ്രായമാണ്, ഹോർമോൺ വർക്ക് ചെയ്യുന്നതാണ്. ഗൈഡ് കൊടുക്കാനായിട്ട് ആൾക്കാരും ഇല്ല. അതുകൊണ്ട് അവനിത് കണ്ട് ഭയങ്കര ഇഷ്ടമായി, വീണ്ടും കാണാൻ തുടങ്ങും.